സുബീർ സാറേ, നമുക്ക് ഇതിന്റെ മുന്നുള്ള ഈ ഒരു എതർ ചാനലിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ആഹാ. ആ, അതായത് എത്രയാണ് 1.3 അല്ലത്? അതെ, 1.3 നമ്മൾ സ്വിച്ച് ഉം. 110 ചാനൽ ഗ്രൂപ്പ് 1 ഒരു മോഡ് പാസീവ് ആണ് കൊടുത്തിരിക്കുന്നത്. ചാനൽ ഗ്രൂപ്പ് മോഡ് പാസീവ്. മറ്റോടത്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആക്റ്റീവ് അല്ലേ കൊടുത്തിട്ടുള്ളത്? ആക്റ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓക്കെ. ഇവിടെയും ആക്റ്റീവ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോൾട്ട് ആവുമോ, അല്ലെങ്കിൽ പാസീവ് തന്നെ കൊടുക്കണോ? അതിന് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ആക്ച്വലി അതല്ല ആക്ച്വലി ആ റിനീഷ്, അതല്ല ഡൗട്ട്. കാരണം വെച്ചാൽ ആക്റ്റീവ് ആക്റ്റീവ് കൊടുത്താൽ വർക്ക് ഇത് അല്ല, എന്താ പറഞ്ഞ പാസീവ് സ്പെസിഫിക്കലി കൊടുക്കേണ്ടതായിട്ടുണ്ടോ, അതോ ആക്റ്റീവ് ആക്റ്റീവ് കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് നമ്മളുടെ അതെ, അതെ, അതാണ് അതിന് ഞാൻ ചോദിച്ചത്. ക്വസ്റ്റ്യനില് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല നമ്മള് പാസീവ് യൂസ് ചെയ്യണമെന്നുള്ളത്. നെഗോസിയേഷൻ പറയുന്ന നടക്കണ്ട വേണ്ട എന്നുള്ള കാര്യം പറയുന്നില്ല, അതുകൊണ്ട്. ആ ക്വസ്റ്റ്യനിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, നമുക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ സൊല്യൂഷനിൽ ചാനൽ ഗ്രൂപ്പ് 1 മോഡ് പാസ് ചെയ്യുന്നതാണ് നമ്മളെ CLCന്റെ സൊല്യൂഷനിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പിന്നെ വോൾഫിന്റെ ഞാൻ സൊല്യൂഷൻ നോക്കിയിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം. അതായത് നമുക്ക് പല വഴിയിലൂടെ നമുക്കിതിനെ അറിയാലോ. നിങ്ങൾ സെക്യൂരിറ്റി വോയിസ് കഴിഞ്ഞ ആൾക്കാരാണല്ലോ, അപ്പോൾ നിങ്ങൾക്കറിയാലോ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ടാസ്കിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. നമ്മളെ മുന്നിൽ പല വേകളും ഉണ്ടാവാം. അപ്പോൾ അതിനെ നോക്കണ്ട. നമുക്കിപ്പോൾ ആക്റ്റീവ് കൊടുത്താലും വർക്കാവും, പാസീവ് കൊടുത്താലും വർക്കാവും. കാരണം ഇത് രണ്ടും LACPയുടെ രണ്ട് മോഡുകളാണ്. അറിയാലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. LACPയുടെ രണ്ട് മോഡുകളാണ് ഈ ആക്റ്റീവും പാസീവും. അപ്പോൾ അങ്ങനെ ആക്റ്റീവും പാസീവും അങ്ങനെ ആയ സ്ഥിതിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് വേണേലും കൊടുക്കാം. അത് പ്രശ്നമല്ല. പക്ഷെ നാളിത് വരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പാസ്സായിട്ടുള്ളത് ആ ഒരു സൊല്യൂഷനിലാണ്. ആ ഒരു സൊല്യൂഷനകത്ത് എന്താണോ കൊടുത്തത് നമ്മളതങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് ഓക്കെ, ചെയ്ത് ഓക്കെ. കഴിഞ്ഞാൽ അത് അങ്ങനെ ഇത് കാരണം CCI എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതൊരു ടാബ്ലറ്റ് ആണ്. ഇത് ജസ്റ്റ് നമ്മൾ സ്വാപ്പ് ചെയ്യുക എന്നല്ലാണ്ട് വേറെ രക്ഷയില്ല നമ്മുടെ മുന്നിൽ. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു പോവുക. അതിനകത്ത് ഇപ്പോൾ ചില സൊല്യൂഷനകത്ത് മീൻസ് ചില കാര്യങ്ങളിനകത്ത് പിന്നെ നോ ചാനൽ ഗ്രൂപ്പ് മീൻസ് സ്വിച്ച് 102-നകത്ത് നിങ്ങൾ നോ ചാനൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റാറ്റിക് ഇതർ ചാനൽ കോൺഫിഗർ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അവിടെ സ്റ്റാറ്റിക് ഇതർ ചാനൽ മോഡ് ഓൺ ആക്കി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നോ ചാനൽ ഗ്രൂപ്പ് കൊടുത്ത് ഒഴിവാക്കിയിട്ട് ചാനൽ ഗ്രൂപ്പ് 2 മോഡ് ആക്റ്റീവ് LACPൻ്റെ മോഡിനെ തന്നെ അവിടെ എനേബിൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇത് പറയുന്നുണ്ട്. ഇതേ സെയിം സൊല്യൂഷൻ തന്നെ അല്ല, സെയിം ലാബിൻ്റെ കഴിഞ്ഞ വർഷത്തെ 2024 വെർഷനിൽ ഉണ്ട് എന്ത് മോഡ് ആക്റ്റീവ് മോഡ് ഓൺ എന്നുണ്ട്. എന്നിട്ട് ആ മോഡ് ഓണിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ചാനൽ ഗ്രൂപ്പ് LACP കോൺഫിഗർ ചെയ്യുന്ന ഒരു കോൺഫിഗറേഷനുള്ള ഒരു സൊല്യൂഷൻ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഇവിടെ നോക്കിയാൽ കാണണം. എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ മറ്റുള്ള പയ്യന്മാരൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു സൊല്യൂഷനിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ സൊല്യൂഷനെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാം. അതിനകത്ത് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് കൊടുക്കുക. സംഭവം നിങ്ങൾക്ക് അറിയാലോ, LACPനകത്തുള്ള രണ്ട് മോഡാണ് എന്ത്, ഒന്ന് ആക്റ്റീവും മറ്റൊരെണ്ണം പാസീവും. നിങ്ങളൊരു സൈഡിൽ ആക്റ്റീവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ പാസീവ് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി അതെന്താവും, അത് നെഗോഷിയേറ്റ് ചെയ്യും. പക്ഷെ രണ്ട് സൈഡും പാസീവ് കൊടുത്തു കഴിഞ്ഞാലോട്ട് നെഗോഷിയേറ്റ് ചെയ്യൂല. രണ്ട് സൈഡും ആക്റ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. പിന്നെ നിലവിൽ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ആക്റ്റീവ് കൊടുക്കുമ്പോൾ ഒരു സൈഡ് പാസീവ് കൊടുക്കുക എന്നാണ്. പക്ഷേ അറ്റ് റിയൽ ടൈമിൽ നമ്മൾ ഒരിക്കലും പാസീവ് എന്ന് പറഞ്ഞ സാധനമേ യൂസ് ചെയ്യാറില്ല. നമ്മൾ എല്ലാ സൈഡും ആക്റ്റീവ് ഇട്ടിട്ട് തന്നെയാണ് കോൺഫിഗർ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ആ സൊല്യൂഷനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ആ പോർട്ട് ചാനൽ ഏത് പോർട്ട് ചാനൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും അതിപ്പോൾ സൊല്യൂഷനകത്ത് തന്നെ പറയുന്നുണ്ട്, പോർട്ട് ചാനൽ എന്ത് ചെയ്യണം, ഷട്ട് നോ ഷട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മറക്കരുത്. കാരണം നിങ്ങൾ പിന്നെ എനിക്കറിയില്ല ഇതിനകത്ത് ഫ്രഷേഴ്സിൻ്റെ ആൾക്കാരുടെ എത്രത്തോളം ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇൻ കേസ് പോർട്ട് ചാനൽ ഷോ ഇതർ ചാനൽ സമ്മറി അടിക്കുന്ന സമയത്ത് അത് അപ്പാവണില്ല എന്ന് കണ്ടിട്ട് നിങ്ങൾ ആ സമയത്ത് ഇതാവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഷട്ട് നോ ഷട്ട് കൊടുത്താൽ മതി. പക്ഷെ അത് അവിടെ നമുക്ക് CCI ലാബ് സെൻറ്ററിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകലാണ് നല്ലത്. ഓക്കെ, അതിൽ അതങ്ങനെ തന്നെ. വേറെ ഏതെങ്കിലും സെഷനിൽ ഡൗട്ട് ഉണ്ടോ?
ഞാൻ ഷെയർ ചെയ്യാം, എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പം എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? ഹലോ, ഓക്കെ. യെസ് സാർ, കാണാം. ഓക്കെ. നിങ്ങൾക്കിനി വേറെ ഏതെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടോ? മീൻസ് വേറെ ഏതെങ്കിലും ഇപ്പോൾ HSRP അകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഇതിലെ വേറൊരു ഇതുണ്ടായിരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ മീൻസ് നമ്മളെ ഈ 1.3 സ്പാനിങ് ട്രീ ആ, ഇത് പോർട്ട് ഫാസ്റ്റ് ഡിഫോൾട്ട് കൊടുക്കണ്ടല്ലോ. ഉവ്വ ആ സ്പാനിങ് ട്രീ പോർട്ട് ഫാസ്റ്റ് എഡ്ജ് ഡിഫോൾട്ട്. ഓക്കെ, ആ നമ്മുടെ CLCയിൽ സ്പാനിങ് ട്രീ പോർട്ട് ഫാസ്റ്റ് ഡിഫോൾട്ട് ആണ് ആ CLCന്റെ സൊല്യൂഷൻ. നേരെ മറിച്ചിട്ട് ആ വോൾഫിന്റെ സൊല്യൂഷനിൽ സ്പാനിങ് ട്രീ പോർട്ട് ഫാസ്റ്റ് എഡ്ജ് ഡിഫോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇത് RSTP ആണെന്നുണ്ടെങ്കിൽ ആ എഡ്ജ് ഡിഫോൾട്ട് ആണ് കൊടുക്കേണ്ടത് എന്നാണ് ടെക്നിക്കലി, അതായത് നമ്മൾ എങ്ങനെ? തിയററ്റിക്കലി നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് സ്പാനിങ് ട്രീ പോർട്ട് ഫാസ്റ്റ് എഡ്ജ് ഡിഫോൾട്ട് ആണ്. ശരിക്കും RSTP ആണല്ലോ അവിടെ റൺ ചെയ്യുന്നത്. അതെ. അതുകൊണ്ട് ശരിക്കും കൊടുക്കേണ്ടത് സ്പാനിങ് ട്രീ പോർട്ട് ഫാസ്റ്റ് എഡ്ജ് ഡിഫോൾട്ട് ആണ്. ഓക്കെ, ആ പക്ഷേ നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ CLC ഇതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് എല്ലാവരും തന്നെ പാസ്സായിട്ടുണ്ട്. സ്പാനിങ് ട്രീ പോർട്ട് ആ ഫാസ്റ്റ് എഡ്ജ് ഡിഫോൾട്ട് കൊടുക്കാതെ പോർട്ട് ഫാസ്റ്റ് ഡിഫോൾട്ട് കൊടുത്തിട്ട് തന്നെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ. ആ സ്പാനിക് ട്രീ പോർട്ട് ഫാസ്റ്റ് ഡിഫോൾട്ട് കൊടുക്കാം. ആ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഷോ സ്പാനിക് ട്രീ അടിച്ച് നോക്കുക. ഷോ സ്പാനിക് ട്രീ സമ്മറി അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ പോർട്ട് ഫാസ്റ്റ് എനേബിൾഡ് ആണോ നോക്കിയാൽ മതി. എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട അപ്പോൾ എഡ്ജ് കാര്യമില്ല. ഡിഫോൾട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ പിന്നെ ഓക്കെ. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സ്പാനിക് ട്രീ പോർട്ട് ഫാസ്റ്റ് ഡിഫോൾട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ ഗ്ലോബലിൽ കൊടുക്കുന്ന സമയത്ത് സ്പാനിക് ട്രീ പോർട്ട് ഫാസ്റ്റ് എഡ്ജ് ഡിഫോൾട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ സിസ്കോൻ്റെ പഴയ iOS വെർഷനകത്തൊക്കെ നമ്മൾ സാധാരണ സ്പാനിക് ട്രീ പോർട്ട് ഫാസ്റ്റ് ഡിഫോൾട്ട് തന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ ഏത് കൊടുത്താലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഷോ സ്പാനിക് ട്രീ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാനിക് ട്രീ സമ്മറി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണാൻ പറ്റും. പോർട്ട് ഫാസ്റ്റ് എഡ്ജ് എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കിയാൽ മതി. വരുന്നില്ല എന്നുണ്ടെങ്കിൽ എഡ്ജ് ഡിഫോൾട്ട് കൊടുത്താൽ മതി. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. വേറെ നെക്സ്റ്റ്. അല്ല, അത്രേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന രണ്ട് സംഭവങ്ങൾ അതാണ്. ഓക്കെ, പിന്നെ അപ്പോൾ ഈ സൊല്യൂഷൻ ആണോ സാറ് ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത്? അതെ, CLC വെച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഓക്കെ. V1.1 അല്ലായിരുന്നു നോക്കിയിരുന്നത് വെച്ചത്. ഡു വൺ 1.1 ഇത് M അല്ലേ? അതെ. അതായത് ഇതിനകത്ത് പിന്നെ ഇപ്പോൾ സ്റ്റാൻഡ് ബൈക്ക് മറ്റേ ഇതിന് വെർച്വൽ മേക്ക് അഡ്രസ് ഒക്കെ വരുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. ഈ സൊല്യൂഷൻ ആണോ നിങ്ങൾ പഠിച്ചിരുന്നത് അതോ ഇതിന് മുന്നുള്ളതാണോ? ഇതിന് മുമ്പുള്ള മറ്റേ 1.1 V1.1 മാത്രമേ M ഇല്ല അതിൻ്റെ അകത്ത്. ഇതൊന്ന് നോക്കി, അതിന്റെ വേർഷൻ നോക്കിയൊന്ന്. വെർഷൻ 1.1 ആണത്. ഇത് തന്നെയല്ല നമ്മൾ നോക്കിയത്. അതെ, അത് തന്നെ V1.1. ഇത് തന്നെയാണ് നോക്കിയത്. ഓക്കെ, അപ്പം ഇനി ഇതല്ലാത്തൊരു മോഡലുണ്ട്. ഇതല്ലാത്തൊരു മോഡലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇതൊന്നും വരില്ല. ഏത് HSRP ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഈ മാക്ക് അഡ്രസ് ഒന്നും പറയില്ല. ചോദിക്കുന്നില്ല അല്ലേ? അത് ഡു ആ 2 ആയിരിക്കും ചിലപ്പോൾ. ആ നമ്മളിപ്പോൾ അത് ഫോളോ ഇല്ല ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, ഇത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വേരിയേഷൻ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഓക്കെ. നമുക്ക് ചെയ്യുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ ആയി പോകും. അതെ. അതിനകത്ത് നമുക്ക് ഇതൊന്നും വരുന്നില്ല. ഈ MD5 ഓതൻറ്റിക്കേഷൻ ഒന്നും വരുന്നില്ല. അത് ശരി. സ്റ്റാൻഡ് ബൈക്കകത്ത് ഓതൻറ്റിക്കേഷൻ വരുന്നില്ല. അതുപോലെ ഈ പ്രിയംഷൻ ഡിലേ മാക്സിമം ടൈം മിനിമം ടൈം 15 സെക്കൻഡ് അത് കൊടുക്കേണ്ട കാര്യമില്ല. ഡിക്രിമെൻ്റ് വാല്യൂ 2 കൊടുക്കേണ്ട കാര്യമില്ല. ബൈ ഡിഫോൾട്ട് ആണ്. ഇവിടെ 100 കൊടുക്കണം. 101 100 മറ്റോടത്ത് പിന്നെ സോറി ഇവിടെ 110 പിന്നെ സെക്കൻഡറിയിൽ ഡിഫോൾട്ടുമാണ് കൊടുക്കുന്നത്. പിന്നെ പ്രിയംഷൻ എനേബിൾ ജസ്റ്റ് സിമ്പിൾ കോൺഫിഗറേഷൻ മാത്രമേ അല്ല, ഉള്ളൂ. ഈ സൊല്യൂഷൻ അല്ല കേട്ടോ നമ്മൾ നോക്കിയത്. ഇതല്ല നോക്കിയത്. ഇതല്ല അല്ലേ? ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്തത്. ഇത് ഇപ്പൊ ആക്റ്റീവായിട്ടുള്ളത് ഏത് ലാബാ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ ദുബായില്? ദുബായിൽ വരുന്ന ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം വരുന്നുണ്ട്. അതായത് ഇപ്പം എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതനുസരിച്ചിട്ട് കൂടുതൽ ആൾക്കാർക്കും ഡു 2-ഉം
അതായത് കുറച്ച് ആൾക്കാർക്ക് ഡു വണ്ണും അങ്ങനെയാണ്. അതായത് 4 പേരുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 3 അതെന്താ പേർക്കും സംഭവം എന്ന് വെച്ചാൽ സാറേ, ആ ഇത് ഈ പിന്നെന്താ പറയുക, ബുക്കിങ്ങിനനുസരിച്ചാണ്. ഓക്കെ അതായത് ആ ദിവസം ഒരുപാട് ആളുകൾ എഴുതുന്നുണ്ടെങ്കിൽ മാറി മാറി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഓ അറിഞ്ഞത്. ആ ഹാ 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 ആ കണ്ടോ, ഇതിനകത്ത് കണ്ടോ? എന്താണെങ്കിലും നമുക്ക് രണ്ടും പഠിച്ചിട്ടേ രക്ഷയുള്ളൂ, വേറൊരു ആ ഓപ്ഷൻ. രണ്ടും പഠിക്കണം. രണ്ടും പഠിക്കല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല. രണ്ടും പഠിക്കണം. ഇതിനകത്ത് ഇതായിരിക്കും നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവുക. ആ യെസ് 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 യെസ്. കണ്ടോ, ഇതിനകത്ത് അതാണ് വെർഷൻ 2. ഇതിനകത്ത് വീലാൻ ഐഡിനെയാണ് നമ്മൾ ഗ്രൂപ്പാക്കി കൊടുക്കുന്നത്, 2000ഉം 2001ഉം. അതെ, ഇത് ഈ സൊല്യൂഷൻ നമ്മൾ നോക്കിയത്. അതെ. അപ്പൊ ഇത് ക്ലിയർ ആയതിനു ശേഷം നമുക്ക് അടുത്തലേക്ക് പോകാം അല്ലേ? അതല്ലേ നല്ലത്? അതെ 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 അതെ. ഇല്ല, മറ്റേ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യൻ വായിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. ആണല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ എല്ലാവർക്കും? ഹലോ, ഓക്കെ ആണോ? ആണല്ലോ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇതിനെപ്പറ്റി ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വളരെ സിമ്പിളാണ് ഇത്. പിന്നെ ഈ 1.14 വരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് 1.14 പിന്നെ നിങ്ങൾക്ക് 1.9 കഴിഞ്ഞാൽ DMVPN കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് ചില കാര്യങ്ങളിലുള്ള ചില സെഷൻസിലുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. 1.14 പിന്നെ പോർട്ട് സെക്യൂരിറ്റിൻ്റെ ഒക്കെ ഏരിയയിൽ കുറച്ചൊരു പ്രശ്നങ്ങളേ ഉള്ളൂ. കഴിച്ച് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഒരു സെഷൻ ഒരു ദിവസം വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 24 ഡേയ്സ് കൊണ്ട് നിങ്ങളെ സെക്ഷൻസ് കംപ്ലീറ്റ് തീരും. ഒരു ദിവസം നിങ്ങൾ ഒരു സെഷൻ പഠിച്ചാൽ മതി. ശരിക്കും നിങ്ങൾ 1 മന്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ദിവസം ഒരു സെഷൻ പഠിച്ചാൽ മതി. 1 to 1.14 സെഷൻസ് ആണ് 1-നകത്ത് വരുന്നത്. കഴിച്ച് മറ്റുള്ളതിനകത്തും പിന്നെ 3-നകത്തും സെഷൻസ് കുറവാണ്, 2-നകത്തും സെഷൻസ് കുറവാണ്. അപ്പോൾ ടോട്ടൽ സെഷൻസ് വരുന്നത് 24 സെഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു സെഷൻ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 ദിവസം കൊണ്ട് കംപ്ലീറ്റ് പ്രാക്ടീസ് നിങ്ങളുടെ അപ്പാവും, സെറ്റായി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഒരു 6 ദിവസം 7 ദിവസം 10 ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് എക്സ്ട്രാ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചേഞ്ചസിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് എല്ലാത്തിനകത്തും ചേഞ്ചസ് ഇല്ല. ചില സെഷൻസിനകത്ത് മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. അത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാക്ടീസ് നല്ല രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സാറേ ഇവർക്ക്? 0.5 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, XSRP കഴിഞ്ഞിട്ടുള്ള 1. OSPF മുതൽ സ്റ്റാർട്ട് ചെയ്യാം. XRP കഴിഞ്ഞിട്ട് OSPF. OSPF നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താന്ന് തോന്നുന്നു അല്ലേ? OSP 1.5 നമ്മൾ ചെയ്തല്ലായിരുന്നോ? ഓർക്കുന്നുണ്ടോ അരവിന്ദ്? OSPF ഇല്ല അല്ലേ? OSPF ചെയ്തിട്ടില്ല. ഇല്ലല്ല. ലാബ് ചെയ്തിട്ടില്ല, എക്സ്പ്ലനേഷൻ മാത്രം. എക്സ്പ്ലനേഷൻ മാത്രമേ Just ചെയ്തു. go through അപ്പൊ the- അങ്ങനെയാണെച്ചാൽ OSPF മുതൽ സ്റ്റാർട്ട് 1.5 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഓക്കെ. 1.5 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ആദ്യം ഈ ടോപ്പോളജി നിങ്ങൾ നന്നായിട്ട് ഫെമിലിയർ ആയിരിക്കണം. കാരണം ഇതിൻ്റെ മുന്നേ വരെ നിങ്ങൾ 1.4 വരെയുള്ള സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ലെയർ 2 സെഷൻസ് മാത്രമാണ്. ഇവിടെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? ലെയർ 3 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ലെയർ 2 സെഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അതെല്ലാം വെരിഫൈ ചെയ്യണം. കാരണം വെരിഫൈ ചെയ്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇതർ ചാനൽ അപ്പാവാത്തൊരു സാഹചര്യം വരികയാണ്, നിങ്ങളുടെ പോർട്ട് ചാനൽ അപ്പാവാത്തൊരു സാഹചര്യം വരികയാണ്, നിങ്ങളുടെ ട്രങ്ക് കോൺഫിഗറേഷൻ കറക്റ്റ് ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണ് 1.2-നകത്ത് അഥവാ ഫസ്റ്റ് സെഷനകത്ത് 610 എന്ന് പറഞ്ഞ സ്വിച്ചിനകത്ത് എന്തുണ്ട്, ഒരു സ്വിച്ച് പോർട്ട് ട്രങ്ക് അലൗഡ് വീലാൻ 2000 നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? 2001 നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വീലാൻ ആഡ് എന്നുള്ള കമാൻഡ് ഒരു കാരണവശാലും മിസ്സാവാൻ പാടില്ല. കാരണം സ്വിച്ച് പോർട്ട് ട്രങ്ക് അലൗഡ് വീലാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വിച്ചിനകത്തുള്ള ആ ട്രങ്കിനകത്ത് കൂടെ ആ ഒരു പെർട്ടിക്കുലർ വീലാൻ മാത്രമേ അലൗഡ് ചെയ്യുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിൻ്റെ ടൈമിൽ വളരെയധികം മൈന്യൂട്ടായിട്ടുള്ള എറർ ആയിരിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ക്രിയേറ്റ് ആവും. നിങ്ങൾക്ക് ട്രബിൾ ഷൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ, എസ്പെഷ്യലി നിങ്ങൾക്ക് R&Sനകത്ത് ബാക്ക്ഗ്രൗണ്ട് കുറവാണെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് വെരിഫൈ ചെയ്യണം. കാരണം ലെയർ 2
അപ്പായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാരണവശാലും ലെയർ 3 നെറ്റ്വർക്ക് റീച്ചബിലിറ്റി നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ലെയർ 3 വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കപ്പിൾ ഓഫ് റൗട്ടേഴ്സാണ് എന്തുള്ളത്, നമുക്ക് OSPF എനേബിൾ ചെയ്യാനുള്ളത്. വളരെ വളരെ സിമ്പിളായിട്ടുള്ള കോൺഫിഗറേഷനാണ്. ഓൾമോസ്റ്റ് എല്ലാത്തിനകത്തും സെയിം കോൺഫിഗറേഷനാണ് നമുക്ക് റൺ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OSPF എവിടെല്ലാം ആണ് എന്നുള്ളതാണ്, ഏതെല്ലാം ഡിവൈസിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടോപ്പോളജി പ്രകാരം R11 R12 അല്ലേ, R11 R12 എന്ന് പറഞ്ഞാൽ എൻ്റെ മൗസ് പോയിന്റർ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ടല്ലോ? കാണാം സാർ, ഉണ്ട് കാണാം. ഉണ്ട് 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 ഓക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഡിവൈസസ് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ട് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ നല്ല ബോധവാന്മാരായിരിക്കണം. ഓക്കെ, കാരണം R11 കിടക്കുന്നത് എവിടെയാണ്? അത് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അണ്ടറിലാണ്. R20 R21 22 23 24 എവിടെയാണ് ഉള്ളത്? അത് ഡാറ്റാ സെൻറ്ററിനകത്താണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഓക്കെ, ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡാറ്റാ സെൻറ്റർ ഉണ്ട്. നിങ്ങൾക്ക് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, എങ്കിൽ പോലും ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് തരാം. ഇതൊരു ഡാറ്റാ സെൻറ്റർ ആണ്. ഓക്കെ, ഈ ഡാറ്റാ സെൻറ്ററിനകത്ത് ഇവന്മാർക്ക് ഒരുപാട് സർവീസസ് ഉണ്ട്. ഈ ഡാറ്റാ സെൻറ്ററിനകത്താണ് ഇവരുടെ SDI ആക്സസും SD വാനും അതുപോലെ തന്നെ ഐസും എല്ലാം ഇരിപ്പുള്ളത് എവിടെയാണ്? ഈ ഡാറ്റാ സെൻറ്ററിനകത്താണ്. ഓക്കെ, ഈ ഡാറ്റാ സെൻറ്ററിനകത്തു നിന്നാണ് ഇവർക്ക് എന്തുള്ളത്, പബ്ലിക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡാറ്റാ സെൻറ്ററിനകത്ത് പബ്ലിക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ചില ബ്രാഞ്ചുകളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, അവർ പബ്ലിക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ DNSൻ്റെ IP 8.8.8 ഒക്കെ ഇവിടെ അവർ അസൈൻ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റാ സെൻറ്റർ ഉണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, ഒരു സൈറ്റ് ഉണ്ട്. ഇതിനെല്ലാം തമ്മിൽ കണക്ടിവിറ്റി ചെയ്തിട്ടുള്ളത് ഒരു വലിയൊരു ISP ഉണ്ട്, ഒരു ഗ്ലോബൽ ISP ഉണ്ട്. ഈ ഗ്ലോബൽ ISP ഒരു ISP ഉണ്ട്, അതുപോലെ ഗ്ലോബൽ ISP 2 ഉണ്ട്, അതുപോലെ SDA ഉണ്ട്, SD WAN ഉണ്ട്. നമ്മൾ ഇതിൽക്കൊന്നും പോകുന്നില്ല. അഥവാ SD WANിലോട്ട് നമ്മൾ ടച്ച് ചെയ്യില്ല, നമ്മൾ ഗ്ലോബൽ SP2 ടച്ച് ചെയ്യുന്നില്ല, നമ്മൾ SD ആക്സസ് ടച്ച് ചെയ്യുന്നില്ല. നമ്മളെവിടെയാണ്? ഗ്ലോബൽ SP1-നകത്താണ് നമ്മളുടെ കണക്ടിവിറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു ടോപ്പോളജിനെ സെക്ഷൻ ബേസ് ആയിട്ടല്ല പറയുന്നത്, ഞാൻ ഈ ഒരു ടോപ്പോളജിനെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഡാറ്റാ സെൻറ്റർ ആണ്, നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്, ഇത് നിങ്ങളുടെ ഒരു സൈറ്റാണ്, ഒരു സെർവർ സൈറ്റാണിത്. പിന്നെ നിങ്ങൾക്ക് എന്താണ്? ഗ്ലോബൽ SP ഉണ്ട്. ഈ ഗ്ലോബൽ SP എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ SP ഒരു ISP ആണ്. ഓക്കെ, ഈ ISPയിൽ നിന്ന് MPLS കണക്ടിവിറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ബ്രാഞ്ചുകളെല്ലാവരും അച്ചീവ് ചെയ്തിട്ടുള്ളത്. അഥവാ ഈ ഗ്ലോബൽ SP-നെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ SP എന്താണ്? ഒരു സർവീസ് പ്രൊവൈഡറാണ് അല്ലേ. ഈ സർവീസ് പ്രൊവൈഡറിൽ നിന്ന് ഇതിൻ്റെ ഡാറ്റാ സെൻറ്റർ ആയാലും അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയാലും മറ്റുള്ള ബ്രാഞ്ചസ് ആയാലും ഒക്കെ അതാരാണ്? ഈ ഗ്ലോബൽ SP-നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം എന്താണ്? കസ്റ്റമറാണ്, കസ്റ്റമർ എഡ്ജ് റൗട്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ SP-ക്കകത്തുള്ളതൊക്കെ പ്രൊവൈഡർ എഡ്ജ് റൗട്ടറും അതിൽ നിന്ന് കണക്ടിവിറ്റി പോയിട്ടുള്ളതൊക്കെ കസ്റ്റമർ എഡ്ജ് റൗട്ടേഴ്സുമാണ്. അപ്പോൾ അവരുടെ കണക്ടിവിറ്റി, ബ്രാഞ്ചുകളെ കണക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ SP ത്രൂ ആണ്. അങ്ങനെ നമുക്ക് എന്തുണ്ട്? ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അത് കൂടാതെ ഗ്ലോബൽ SP2 വഴി 2 ബ്രാഞ്ച് 1ഉം 2ഉം കണക്ട് ചെയ്തിട്ടുണ്ട്, ബ്രാഞ്ച് 3ഉം ബ്രാഞ്ച് 4ഉം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാണ്ട്, കാരണം DMVPN ചെയ്യാണ്ട്, അതുപോലെ തന്നെ ഇവിടെ MPLS BGP ചെയ്യാണ്ട്, ഇതിനകത്ത് OSPF ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു OSPF-ൻ്റെ 1.5 എന്ന് പറയുന്ന സെഷൻസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് OSPF ചെയ്യാനുണ്ട്. ആ OSPF എവിടെയാണ് ചെയ്യാനുള്ളത്? ആ OSPF നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ ഗ്ലോബൽ SP-ക്കകത്താണ് ചെയ്യാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് OSPF ചെയ്യാനുള്ളത് എവിടെയാണ്? നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഹെഡ് ക്വാർട്ടേഴ്സും ഡാറ്റാ സെൻറ്ററിനകത്തുമാണ്. അപ്പോൾ ഈ ഹെഡ് ക്വാർട്ടേഴ്സും ഡാറ്റാ സെൻറ്ററിനകത്തും ഇപ്പോൾ നിങ്ങളോട് OSPF-നകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവർ വളരെ വൃത്തിക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻഷുർ ദാറ്റ് OSPF ഈസ് കോൺഫിഗേർഡ് ഫോർ IPv4 ഇൻട്രാസൈറ്റ് റൗട്ടിംഗ് ബിറ്റ്വീൻ ഓൾ ലെയർ 3 നോൺ SD-WAN റൗട്ടേഴ്സ്. ഈ പോയിന്റിനെ നിങ്ങൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യണം. നോൺ SD-WAN റൗട്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പം നോൺ SD-WAN റൗട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SD-WAN-നുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത പിന്നെ ഇൻ്റർഫേസുകളിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഹെഡ് ക്വാർട്ടേഴ്സ് ആയാലും ഡാറ്റാ സെൻറ്റർ ആയാലും അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ OSPF കോൺഫിഗർ ചെയ്യേണ്ടത്.
അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എസ് ഡി വാൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സി എഡ്ജ് ഉണ്ട്, ഇവിടെ സി എഡ്ജ് ഉണ്ട്. 21ഉം 1 മിനിറ്റ്, ഇത് എത്രയാണ്? 20 എനിക്ക് വ്യക്തമായിട്ട് കാണുന്നില്ല. 21ഉം 22ഉം. ഓക്കെ, ഇത് രണ്ടും എന്താണ്? സി എഡ്ജ് റൗട്ടേഴ്സാണ്. ഓക്കെ, പിന്നെ 23ഉം 24ഉം ഇതെന്താണ്? ഇത് നമ്മളുടെ ISPയിലോട്ട് പോകുന്ന റൗട്ടറാണ്. ഈ സി എഡ്ജ് റൗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി വാൻ്റെ പാർട്ടായിട്ട് വരുന്ന റൗട്ടറാണ്. ഓക്കെ, ഈ 21ഉം 22ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എസ് ഡി വാൻ്റെ പാർട്ടായിട്ട് വരുന്ന റൗട്ടറാണ്. അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, IPv4 OSPF is configured for IPv4 intra-site routing between all layer 3 non-SD-WAN routers at headquarters, okay, and data centers sites according to the following requirement. All the OSPF neighbors in the data center and headquarters must be fully established. അതെന്തായിരിക്കണം? ഹെഡ്ക്വാർട്ടേഴ്സും ഡാറ്റാ സെൻറ്ററും. അപ്പോൾ ഈ രണ്ട് ബ്രാഞ്ചുകൾ മീൻസ് ഈ രണ്ട് നെറ്റ്വർക്ക് എൻവയോൺമെൻറ്റ്സിനെ മീൻസ് ഈ രണ്ട് നെറ്റ്വർക്ക് സെറ്റപ്പിനെ അഥവാ ഈ രണ്ട് നെറ്റ്വർക്ക് ഏരിയനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? OSPF വഴി ഇൻ്റർ കണക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ പറഞ്ഞത് OSPF മസ്റ്റ് ബി എനേബിൾഡ് ഓൺ ആൾ ഇൻ്റർഫേസ് എക്സെപ്റ്റ് ഫോർ ദ ഫോളോവിങ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം ഇൻ്റർഫേസിനകത്ത് എനേബിൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിവൈസസും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ആ കൺഫ്യൂഷന്? നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് non-SD-WAN റൗട്ടേഴ്സ് അല്ലേ, എൻഷുർ ദാറ്റ് OSPF ഈസ് കോൺഫിഗർഡ് ഫോർ IPv4 ഇൻട്രാസൈറ്റ് റൂട്ടിംഗ് ബിറ്റ്വീൻ ഓൾ ലെയർ 3 non-SD-WAN റൗട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ 23, 24 ആരാണ്? SD-WAൻ്റെ പാർട്ടായിട്ടുള്ള റൗട്ടറാണ്. ഇതെങ്ങനെ ഓക്കെ, ഐഡന്റിഫൈ ചെയ്യണത്? SD-WAN നോൺ SD-WAN എന്നുള്ളത്? SD-WAN നോൺ SD-WAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SD-WAൻ്റെ പാർട്ടായിട്ട് വരുന്ന ഡിവൈസാണ് ഈ സി എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ SD-WAൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. കാരണം SD-WAൻ്റെ കൺട്രോളേഴ്സിന് പറയുന്ന പേരാണ് vManage, vBond, vSmart എന്ന്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റൗട്ടേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സി എഡ്ജുകൾ. ഓക്കെ, സി എഡ്ജ്, വി എഡ്ജ് എന്നൊക്കെ പറയും. പണ്ട് വി എഡ്ജ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സി എഡ്ജ്, ഇപ്പോൾ വി എഡ്ജ് ആയി മാറിയിട്ടുണ്ട്. പണ്ട് അത് സി എഡ്ജ് ആയിരുന്നു, ഇപ്പോൾ വി എഡ്ജ് എന്നാണ് പറയുന്നത് പുതിയ ലേറ്റസ്റ്റിനൊക്കെ. ഓക്കെ, അപ്പോൾ അത് പറയുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, എനിക്ക് ഈ ടോപ്പോളജിയിലൊരു വിസിബിലിറ്റി കുറവാണ്. ഞാൻ എൻ്റെ ഒരു ടോപ്പോളജി ഉണ്ട്, ഒന്ന് ഓണാക്കട്ടെ. ഞാൻ ആ നല്ല ക്ലിയറിലുള്ള പിക്ചർ ഞാൻ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫയലായിട്ട് തന്നെ. അയച്ചിട്ടുണ്ടല്ലേ? ഞാനത് നോക്കട്ടെ സാറേ. അത് എത്ര വലുതാക്കിയാലും ക്ലാരിറ്റി ഉണ്ടാവും. ആ അതൊന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാമോ? സെയിം. ഓക്കെ. Recording in progress. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 21, 22 സി എഡ്ജ് ഉണ്ട്, 21, 22 നിങ്ങൾക്ക് റൗട്ടറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താവരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. കാരണം 21, 22 ഏതാണ്? ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ 21, 22. മനസ്സിലായല്ലോ? അപ്പോൾ സി എഡ്ജ് അവിടെ 21, 22 റൗട്ടർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കൺഫ്യൂസ്ഡ് ആവരുത് എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻസിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം ഇൻ്റർഫേസിനകത്താണ് എനേബിൾ ചെയ്യേണ്ടത്. R11 മുതലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ GE0/0 അതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് GE0/0നകത്ത് ചെയ്യരുതെന്ന് പറയാൻ കാരണം? എനിവൺ ക്യാൻ ആൻസർ? എന്തുകൊണ്ടായിരിക്കും G0/0നകത്ത് ചെയ്യരുതെന്ന് പറഞ്ഞത്?
ക്വസ്റ്റ്യൻ പ്രകാരം നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതുപോലെ ISP-ലോട്ട് റൗട്ട് എന്താണ്? ഷെയർ ISP-ലോട്ട് റൗട്ട് ഷെയർ ചെയ്യാൻ അതെ 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 കറക്റ്റ്. ISP-ലോട്ട് അത് എക്സ്റ്റേണൽ ആണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മളുടെ ഈ ഡാറ്റാ സെൻറ്ററും ഹെഡ് ക്വാർട്ടേഴ്സും തമ്മിലുള്ള ഇൻ്റർ കണക്ടിവിറ്റി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യരുത് അതുകൊണ്ടാണ് നമ്മൾ അത് എന്ത് ചെയ്യണത് അവിടെ പിന്നെ സൊല്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്ത്, നിങ്ങളടുത്ത് G0/0 ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ള അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെല്ലാം ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെല്ലാം ചെയ്യണം, നമ്മളുടെ ഇൻറ്റേർണലി ഉള്ള എല്ലാ ഇൻ്റർഫേസിനകത്തും ചെയ്യണം. പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, വെർച്വൽ ഇൻ്റർഫേസ് ആയിട്ടുള്ള ലൂപ്പാക്കിനകത്തും ചെയ്യണം. അപ്പോൾ അത് മറന്നു പോകരുത്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, R11 ഓൺ ആക്കണം. R11 ഓൺ ആക്കിയിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർഫേസ് റേഞ്ച് ജിഗാബിറ്റ് 0/1 to 3, ലൂപ്പാക്ക് 0 കൊടുത്തിട്ട് IPv1 ഏരിയ 0. കാരണം ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇൻ്റർഫേസിനകത്ത് എനേബിൾ ചെയ്യാൻ പറഞ്ഞത്? ഇവിടെ നമ്മളെടുത്ത് ക്വസ്റ്റ്യൻസിനകത്ത് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, OSPF മസ്റ്റ് ബി എനേബിൾഡ് ഓൺ ഓൾ ഇൻ്റർഫേസസ് എക്സെപ്റ്റ് ഫോർ ദ ഫോളോവിങ് എന്നാണ്. അപ്പോൾ ഇൻ്റർഫേസിനകത്ത് എനേബിൾ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർഫേസിനകത്ത് ചെയ്തേ മതിയാവും. ശ്രദ്ധിക്കുക, ലൂപ്പാക്ക് ഇൻ്റർഫേസിനകത്ത് നിങ്ങൾ എനേബിൾ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യം വരില്ല, 99% വരില്ല. ചിലപ്പോൾ ഇവന്മാർ സെഫ് ഡിസേബിൾ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ സെഫ് ഡിസേബിൾ ചെയ്ത് സിസ്കോ എക്സ്പ്രസ് ഫോർവേഡിങ് സെഫ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OSPF-ന് നമുക്ക് പണി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, വേണം എന്നുണ്ടെങ്കിൽ IPsef നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോറൺ സെക്ഷൻ IPsef വേണമെങ്കിൽ അടിച്ച് നോക്കിയിട്ട് സെഫ് എനേബിൾഡ് ആണോ എന്നുള്ളത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ട് ജസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ, നിർബന്ധമില്ല. മോസ്റ്റ്ലി അത് എനേബിൾഡ് ആയിരിക്കും, അങ്ങനത്തെ ഒരു ഇഷ്യൂ വരില്ല. പണ്ട് നമ്മളൊക്കെ CC എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് ഓർമ്മ വന്നപ്പോൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ G0/0 മുതൽ ഈ എല്ലാ ഇൻ്റർഫേസിനകത്തും നിങ്ങൾ എനേബിൾ ചെയ്യണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, G0/0 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ഇൻ്റർഫേസിനകത്തും നിങ്ങൾ എനേബിൾ ചെയ്യണം. ലൂപ്പാക്കിനകത്തും നിങ്ങൾ എനേബിൾ ചെയ്യണം. ഇതേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത്, അതിനകത്തുള്ള ബാക്കിയുള്ള എല്ലാ ഇതിനകത്തും R11-നകത്തും R12-നകത്തൊക്കെ സെയിം കോൺഫിഗറേഷനാണ്, സെയിം ഇൻ്റർഫേസ് ആണ്, സെയിം കോൺഫിഗറേഷനാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. G0/0 നിങ്ങൾ ഒഴിവാക്കുക, ആ കോൺഫിഗറേഷൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. R21, 22-ലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ഈ പോകുന്ന കണക്ടിവിറ്റിയിലോട്ട് മാത്രം ചെയ്താൽ മതി. ആ ഒരു പറയുന്ന ഇൻ്റർഫേസ് അഥവാ പിന്നെ എന്താ പറയുക, ISP-ലോട്ട് പോകുന്ന ഇൻ്റർഫേസിനെ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ ഇൻ്റർഫേസിലും പ്ലസ് ലൂപ്പാക്ക് ഇൻ്റർഫേസിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, OSPF IPv1 ഏരിയ 0 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യുക. അത്രയേ ഉള്ളൂ ആ ഒരു സെഷനകത്ത്. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളും. ജസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ, സൊല്യൂഷനകത്ത് ഞാൻ സൊല്യൂഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, എല്ലായിടത്തും ഒരേ കോൺഫിഗറേഷൻ G0/1 to 3, ഇവിടെ 12-ലോ G0/1 to 3. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഒറ്റ സെഷനായിട്ട് കൊടുത്താൽ മതി, മീൻസ് ഒറ്റ കോൺഫിഗറേഷൻ മതി. അതെടുത്തുകൊണ്ട് കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. പിന്നെ എന്താ പറയുക, R21-നകത്താണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ R21 അല്ലേ, R21 ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ അടുത്ത് ഇവർ കോൺഫിഗർ ചെയ്തിട്ടുള്ളത് 2 to 4 ആണ്. അപ്പോൾ 2 മുതൽ 4 വരെ 2, 3, 4 പ്ലസ് ലൂപ്പാക്ക് ഇൻ്റർഫേസ്, അഥവാ ഈ ഇങ്ങോട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ ഒരു കണക്ടിവിറ്റിനെ ഒഴിവാക്കിയിട്ട് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടത്. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വെരിഫൈ ചെയ്യണം. ഷോ IP OSPF നൈബർ അടിക്കണം, ഫുള്ള് കണക്ടിവിറ്റി അപ്പല്ലേ എന്നുള്ളത് കൺഫേം ആക്കണം. ഓരോ റൗട്ടർ സ്വിച്ചിനകത്ത് കയറി ചെക്ക് ചെയ്യണം. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വിച്ചിൻ്റെ കണക്ടിവിറ്റി എല്ലാം അപ്പല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നൈബർഷിപ്പ് ഫോം ആവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സ്വിച്ചിൻ്റെ കണക്ടിവിറ്റി എല്ലാം അപ്പായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മുന്നത്തെ ടാസ്ക് പ്രകാരം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഷോ IP OSPF നൈബർ എല്ലാത്തിനകത്തും അടിച്ചിട്ട് നോക്കുക, ഇത് കറക്റ്റ് അല്ലേ നോക്കുക, ഈ ഔട്ട്പുട്ട് കറക്റ്റ് അല്ലേ നോക്കുക. വളരെ സിമ്പിൾ അല്ലേ. ഇതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കണക്ടിവിറ്റി അപ്പായിട്ടുണ്ടാവും. അപ്പായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ചിങ്ങിൻ്റെ പാർട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻ കേസ് ആ ഇൻ്റർഫേസിൽ കയറി നോക്കി അതൊക്കെ എനേബിൾ ആയിട്ട്
ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മീൻസ് സ്വിച്ചിനകത്ത് കോൺഫിഗർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എനേബിൾ ആവണില്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷട്ട് നോ ഷട്ട് അടിക്കുക ഇൻ്റർഫേസ്. അപ്പോൾ അതെന്തായിരിക്കും മിക്കവാറും രണ്ടാമതൊന്ന് ഹലോ മെസ്സേജ് ഒക്കെ അയച്ച് എന്തായിട്ടുണ്ടാവും, സെറ്റ് ആയിക്കോളും. ഓക്കെ, അതിനകത്ത് വലിയൊരു പ്രശ്നങ്ങളൊന്നും വലിയൊരു കോംപ്ലിക്കേഷനൊന്നും ഈ ഒരു സെഷനകത്ത് വരില്ല. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളേ. അതിലൊരു സെക്ഷൻ ഉണ്ടല്ലോ EBGP, അതൊന്ന് പറയും. എങ്ങനെ? ഒരു സെക്ഷൻ EBGP ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറയുന്നല്ലോ SPF-ല്. എവിടെ കേട്ടില്ല. സെയിം ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ഒരു ആ. BGP-ന്റെ റീഡിസ്ട്രിബ്യൂഷൻ R21 EBGP route should be redistributed into the distribution switches. ഇതിൽ നിങ്ങൾ ചെയ്യണ്ട. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സെഷൻ വരുന്നുണ്ട്, അതിനകത്ത് ചെയ്താൽ മതി. ഇതിനകത്തൊന്നുമില്ല. ആ EBGP റൂട്ട് ഷുഡ് ബി റീഡിസ്ട്രിബ്യൂട്ട് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ സ്വിച്ചസ്. അതിലോട്ട് പിന്നെ റൗട്ടർ ISPF-നകത്ത് കയറിയിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് പറയണത്. പക്ഷെ അത് ഈ സെഷനകത്ത് നിങ്ങൾ ചെയ്യണ്ട. അത് നിങ്ങൾക്ക് വേറൊരു സെഷൻ വരും, അതിനകത്ത് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ തന്നെ നിങ്ങൾ വരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വേറെ വരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് റീഡിസ്ട്രിബ്യൂഷൻ മാത്രം ചെയ്യാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിനകത്ത് മെട്രിക് ടൈപ്പ് 1 ആയിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതിനകത്ത് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ അത് ചെയ്യണ്ട. സൊല്യൂഷനകത്തുമില്ലല്ലോ. ഇവിടെ ഉണ്ട് 21-നകത്ത് റീഡിസ്ട്രിബ്യൂട്ട് BGP സബ്നെറ്റ്സ്. പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ റൗട്ടർ OSPF 1 റീഡിസ്ട്രിബ്യൂട്ട് BGP 65 എൻ്റെ അടുത്തുള്ള സൊല്യൂഷനകത്ത് ഇതില്ല. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറൊരു ഇതിലേക്കാണ്, വേറെ BGP-ൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ മാത്രം വരുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീഡിസ്ട്രിബ്യൂട്ട് BGP 65002 സബ്നെറ്റ്സ് മെട്രിക് ടൈപ്പ് 1 ആക്കിയിട്ട് കൊടുക്കണം. കാരണം ഇത് വേറൊരു സെഷനകത്ത് BGP-യുടെ സെഷനകത്ത് ഇത് പറയുന്നുണ്ട്, ഈ പിന്നെ മെട്രിക് ടൈപ്പ് 1 ആയിട്ട് കിട്ടണം എന്നുള്ള നിലക്ക് പറയുന്നുണ്ട്. അപ്പോൾ കോംപ്ലിക്കേഷൻ വരണ്ട എന്നുള്ള നിലക്ക് നമ്മളിത് ഇത് ചെയ്യുന്നില്ല. ഇനി ഇവിടെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നിങ്ങൾ സബ്നെറ്റ്സ് മെട്രിക് ടൈപ്പ് 1 ആയിട്ട് കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അടുത്ത് ഉള്ളൊരു സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ ആ സൊല്യൂഷൻ എനിക്ക് നിങ്ങളെ മുന്നിൽ ഇപ്പം കാണിക്കാൻ പറ്റില്ല. അല്ല, അത് BGP-ന്റെ അടുത്ത സെഷൻ വരുന്ന സമയത്ത് അവരങ്ങനെ മാറ്റി ചെയ്യുന്നുണ്ട്. അത് BGP അടുത്ത സെഷൻ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. BGP-നകത്ത് തന്നെ ഉണ്ട്. ഇത് 21-നകത്ത് തന്നെ എനിക്ക് തോന്നുന്നു മെട്രിക് ടൈപ്പ് 1 ആക്കിയിട്ട് അവർ വീണ്ടും കോൺഫിഗർ അത് ചെയ്യുന്നുണ്ടാവും. വേറെ ക്വസ്റ്റ്യനിലാണ് വരുന്നത്. അതെ. അപ്പോൾ അത് ഇവിടെ ഇത് ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അവിടെ ചെയ്യേണ്ടി വരുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ടാസ്ക് ബേസ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേരിയേഷൻ മനസ്സിലാവില്ല. ക്വസ്റ്റ്യൻസ് എന്തായാലും വായിച്ചിട്ട് ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്തെങ്കിലും ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമുക്ക് ഈ ഡു 1 ഡു 2 അല്ലാണ്ട് വേറെ ചേഞ്ചസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ. പുതിയ ഡു 3 അങ്ങനത്തെ പ്രശ്നം ഒന്നും ഇതുവരെ ന്യൂസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് വന്നാൽ നമ്മളെ കയ്യിൽ കിട്ടും സാറേ. ഓക്കെ. അതായത് 17th നമ്മളൊരു കാൻഡിഡേറ്റ് ബുക്ക് ചെയ്യുന്നു. 17th സ്ലോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ, ഈ മാസം തന്നെ. ഇതിലുള്ള ആളാണോ? അല്ല, പുള്ളി ഓൾറെഡി കുറെ മുന്നേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നമ്മളെ കയ്യിലിപ്പോൾ ഇതും മറ്റുള്ള സെഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം വരില്ല. നോക്കാം. സാർ ഇപ്പം ഡു 3 വന്നു കഴിഞ്ഞാൽ ഡു 1-ഉം ഡു 2-ഉം ഡു 3-യും അങ്ങനെ അതിനകത്ത് 3-ഉം നമ്മൾ നോക്കേണ്ടി വരും അല്ലേ? എല്ലാം നോക്കണം. ഉം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കണം. എല്ലാത്തിനകത്തും ചേഞ്ചസ് ഇല്ല, ചില സെഷൻസിനകത്ത് മാത്രമാണ് ഈ വേരിയേഷൻ വരുന്നത്. അത് നിങ്ങൾ പിന്നെ ക്യാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡു 2 ആണെങ്കിൽ പോലും കുറച്ച് സെക്ഷനിൽ മാത്രം കുറച്ച് അഡീഷണൽ കമാൻഡ്സ് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതെ, ഇതാണ് സിമ്പിള്. ഈ സെഷനാണ് ഈ വെർഷനാണ് സിമ്പിള്. അതെ, ഡു 1 ആണ് സിമ്പിള്. അതെ, ഡു 1 ആണ് സിമ്പിള്. ഇത് എഴുതി പാസ്സായമാരൊക്കെ വലിയ ഭാഗ്യമുള്ളവർ. ഓക്കെ, പക്ഷെ ഇത് വരില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എപ്പോഴും ഒരു $500 ചാൻസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. വേറൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എന്തായാലും അടുത്ത മാസം ലാസ്റ്റ് ആവുമ്പോഴേക്കും നിങ്ങൾ എക്സാം എഴുതി തീർക്കും വേണം. ഇതാണ് എൻ്റെ സജഷൻ. ഓക്കെ, അഥവാ ഈ മാസം നിങ്ങൾ തുടങ്ങി, ഇപ്പോൾ 8-ാം തീയതി ആയുള്ളൂ. ഈ മാസം നിങ്ങൾ തുടങ്ങി അടുത്ത മാസം 30 ആകുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെയെങ്കിലും എക്സാം എഴുതി, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു 15-ന്റെ ഉള്ളിലെങ്കിലും നിങ്ങൾ എക്സാം എഴുതി മാറണം. ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം. അതാണ് എനിക്ക് ചേഞ്ച് ഉണ്ടാവാൻ പറയാനുള്ളത്. സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്.
ചേഞ്ചസ് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഡിസംബറിന്റെ അപ്പുറത്തേക്ക് പോകില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണ് കേൾക്കുന്നത്. ഇനി എന്താ അറിയില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഗൈസ്? ക്ലിയർ ആണോ? ധനേഷ്, ഷബീബ്? ക്ലിയർ ആണ് സാർ. ഓക്കെ, ഇനിയുള്ള സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ആണ്. 1.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EIGRPയുടെ കാര്യങ്ങളാണ്. ഈ സെഷൻ ഒന്ന് നോക്കിയേ നിങ്ങൾ, ജസ്റ്റ് ഇതിൻ്റെ സൊല്യൂഷൻ ഒന്ന് നോക്കിയേ. 61ൻ്റെ കോൺഫിഗറേഷന്, 61ൻ്റെ കോൺഫിഗറേഷൻ ഇവിടം മുതൽ ഇവിടം വരെയുണ്ട്. 62ൻ്റെ കോൺഫിഗറേഷൻ ഇവിടം മുതൽ ഇവിടം വരെയുണ്ട്. സ്വിച്ച് 601ൻ്റെത് അതേപോലെ തന്നെ ഇവിടം മുതൽ ഒത്തിരി കോൺഫിഗറേഷൻ ഉണ്ട് അല്ലേ? ഇത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ എല്ലാവരും മ്യൂട്ടായി ഇരിക്കരുത്. അല്ല, എല്ലാം സിമിലർ ആണല്ലോ. ഒന്ന് അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, ഒന്ന് അല്ല, പഠിച്ചു ഇത് കഴിഞ്ഞാൽ ബാക്കി കാണാതെ പഠിക്കാൻ കുറച്ച് ടാസ്ക് ആണ്. അതങ്ങനെയല്ല, നമുക്ക് കുറെ കോൺഫിഗറേഷൻ എന്നാൽ അതിന് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളുടെ ലാബിനകത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആദ്യം 1.6 എൻഷുർ ദ ബ്രാഞ്ച് 3. ബ്രാഞ്ച് 3യിലാണ് നമ്മളുടെ അഭ്യാസം ചെയ്യാനുള്ളത്. അഥവാ നമ്മളുടെ ബ്രാഞ്ച് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ബ്രാഞ്ച് 3. ഇവിടെയാണ് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് കോൺഫിഗർഡ് വിത്ത് IGP ടു എനേബിൾ റൂട്ട് പ്രൊപ്പഗേഷൻ ഫ്രം ദ LAN ടു എക്സാൻഡർ വാൻ. ദ സൊല്യൂഷൻ മസ്റ്റ് മീറ്റ് ദ ഫോളോവിങ് റിക്വയർമെൻറ്റ്. എന്ന് വെച്ചാൽ ഒരു IGP പ്രോട്ടോകോൾ റൺ ചെയ്യുന്നുണ്ട്, റൂട്ടുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് പിന്നെ എനേബിൾ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം? ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായിരിക്കണം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇത്രയും ഫോളോവിങ് കാര്യങ്ങൾ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ബ്രാഞ്ച് 3 മസ്റ്റ് യൂസ് ആൻ EIGRP. അപ്പോൾ EIGRP ആണ് ഇവിടെ IGP ആയിട്ട് പറഞ്ഞത്, EIGRP ആണ്. നെയ്മഡ് മോഡ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ EIGRPക്ക് 2 മോഡുണ്ട് അല്ലേ? ഒരു ക്ലാസിക്കൽ മോഡുണ്ട്, ഒരു നെയ്മഡ് മോഡുണ്ട്, അഥവാ 64 ബിറ്റ്. അപ്പോൾ ഈ 64 ബിറ്റ് എന്താണ്? റൗട്ടർ EIGRP AS നമ്പർ അല്ല വരിക. റൗട്ടർ EIGRP എന്താണ് വരിക? റൗട്ടർ EIGRP ഒരു നെയിമാണ് വരിക. അപ്പോൾ ആ നെയിം അവർ പറയും. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് EIGRP നെയ്മഡ് മോഡ് ബൈ യൂസിങ് എ പ്രോസസ് നെയ്മഡ് CCI. അപ്പോൾ ഈ CCI ചെറിയ അക്ഷരത്തിൽ തന്നെ ആയിരിക്കണം എഴുതേണ്ടത്. ആൻഡ് ദ ഓട്ടോണോമസ് സിസ്റ്റം നമ്പർ 65006 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റൗട്ടർ EIGRP CCI പിന്നെ ഓട്ടോണോമസ് സിസ്റ്റം നമ്പർ 65006 ആണ്. നമുക്കറിയാം നെയ്മഡ് മോഡ് ആവുന്ന സമയത്ത് അഡ്രസ് ഫാമിലി എന്ന് പറഞ്ഞ കീവേഡ് വരും. അഡ്രസ് ഫാമിലി IPv4 യൂണികാസ്റ്റ് ഓട്ടോണോമസ് സിസ്റ്റം 65006 ആണ്. അത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ ബ്രാഞ്ച് 3 മസ്റ്റ് യൂസ് EIGRP MD5 ഓതൻറ്റിക്കേഷൻ ഫോർ ഓൾ ലാൻ ഫേസിംഗ് പിയർ. അഥവാ ലാൻഡിലോട്ട് ഇഞ്ചക്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റിയിലൊക്കെ എന്തായിരിക്കണം? ലാൻഡിലോട്ട് ഇഞ്ചക്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി മീൻസ് എന്താണ്? R3 ഈ R62 ഇങ്ങോട്ടുള്ളത്, സ്വിച്ചിലോട്ടുള്ളത്, അഥവാ R61 അഥവാ R61 നിന്ന് ഈ സ്വിച്ചിലോട്ടും ഈ ക്രോസ് ആയിട്ടും ഇങ്ങോട്ടുള്ള, അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ടിവിറ്റിയിൽ ഓതൻറ്റിക്കേഷൻ വേണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആ ഓതൻറ്റിക്കേഷന് വേണ്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ചെയിൻ CCI_MD5 ആണ്. സ്ട്രിങ് വരുന്നത് CC അല്ലേ? ആ ഒരു പിന്നെ ക്യാരക്ടർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്? ഇൻഫ്രാ 4 എന്നുള്ള ആ ഒരു ഐക്ക് പകരം തിരിച്ചിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതാണ് നിങ്ങൾ സ്ട്രിങ് കൊടുക്കേണ്ടത്. പിന്നെ ഓൾ ലാൻഡ് സബ്നെറ്റ് മസ്റ്റ് അഡ്വർടൈസ് ടു EIGRP. എല്ലാവരും EIGRP അഡ്വർടൈസ് ചെയ്യണം. ഡു നോട്ട് യൂസ് റീഡിസ്ട്രിബ്യൂഷൻ ടു അച്ചീവ് ദിസ് ടാസ്ക്. റീഡിസ്ട്രിബ്യൂഷൻ നിങ്ങളൊരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് എ സിംഗിൾ കമാൻഡ് ടു അഡ്വർടൈസ് ഓൾ സബ്നെറ്റ്. എല്ലാ നെറ്റ്വർക്കുകളെയും അഡ്വർടൈസ് ചെയ്യാൻ ഒറ്റ കമാൻഡേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഒറ്റ കമാൻഡ് കംപ്ലീറ്റ് 10 നെറ്റ്വർക്കാണ്. അതുകൊണ്ട് നെറ്റ്വർക്ക് 10.0.0 ആണ്. ഓതൻറ്റിക്കേഷൻ കീ ചെയിൻ പറഞ്ഞിട്ടുള്ള എന്താണ്? കീ ചെയിൻ എന്ന് പറഞ്ഞ കീവേഡ് തന്നെയാണ്. റൗട്ടറിൽ കീ ചെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. CCI_MD5 ആണ്. കീ 1 ആണ് കൊടുക്കേണ്ടത്. അത് കീ 1 ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ കീ 1 കൊടുത്താൽ മതി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കീ സ്ട്രിങ് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ CCI ഇൻഫ്ര എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കൊടുക്കുക. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം.
ഇതിങ്ങനെ എല്ലാത്തിലും ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഇത് ലെങ്തി ടാസ്ക് ആണ്, നമുക്ക് സ്വാഭാവികമായിട്ടും കുറെ ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, അപ്പോൾ ടൈമാണ് നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാഞ്ച് 3 പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്വിച്ച് 602 എടുക്കുക. ഓക്കെ, നിങ്ങളുടെ സ്വിച്ച് 602 എടുക്കുക. ഇതിനകത്ത് നിങ്ങൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടും എന്നറിയോ? ഇവിടം മുതൽ ഇവിടം വരെയുള്ള കാര്യങ്ങൾ കിട്ടും. പക്ഷേ ഇത് എന്തല്ല, ഇതിനകത്തൊന്നും കോൺഫിഗേർഡും അല്ല. ഏതിൽ? 62 61 ഇത് കോൺഫിഗേർഡ് അല്ല. അവിടെ നിങ്ങൾ ആദ്യം മുതൽ കോൺഫിഗർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ കോൺഫിഗറേഷൻ എടുത്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി. എന്താ എഡിറ്റ് ചെയ്യേണ്ടത്? നെറ്റ്വർക്ക് ഒന്നും നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓതൻറ്റിക്കേഷൻ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. കീ ചെയിൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ കീ ചെയിൻ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാവും. ഓക്കെ, ബാക്കിയെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഇന്റർഫേസ് കോൺഫിഗറേഷൻ മാറ്റേണ്ടി എടുത്തിട്ട് വരും നിങ്ങൾ അല്ലേ? എന്ത് ചെയ്താൽ മതി? AF ഇന്റർഫേസ് ഏ മാറ്റേണ്ടി വരില്ലേ? എങ്ങനെ? AF ഇന്റർഫേസ് അത് ഇന്റർഫേസ് സെയിം AF ആണ്. ഇൻ്റർഫേസ് മാറ്റണം. AF ഇൻ്റർഫേസ് അത് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ സ്വിച്ചിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ കോൺഫിഗറേഷൻ എടുത്തിട്ട് 601 ഇട്ട് കൊടുത്താൽ മതി, മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ പാസീവ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ സംഭവം തന്നെ എടുത്ത് ഒഴിവാക്കുക. എവിടുന്ന്? ഇതിനകത്തുനിന്ന് കോൺഫിഗറേഷനകത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പാസീവ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവം തന്നെ ഇതിനകത്തുനിന്ന് എടുത്ത് ഒഴിവാക്കുക. ഈ പാസീവ് ഇവിടെ ഇതിനകത്തുണ്ടാവും നോ പാസീവ് ഇൻ്റർഫേസ്, നോ പാസീവ്. എന്തിനാ പാസീവ് ഇൻ്റർഫേസ് കോൺഫിഗർ ചെയ്യണത്? പാസീവ് ഇൻ്റർഫേസ് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണക്ടിവിറ്റിയിലോട്ട്, അഥവാ ഇപ്പോൾ R1ഉം R2ഉം തമ്മിൽ കണക്ട് ചെയ്തു. R1ഉം R2ഉം തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേന ഓക്കെ, ഒരു R1 R2 തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും? പിന്നെ ഈ പാസീവ് ഇൻ്റർഫേസ് നിങ്ങൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ EIGRP അതിൻ്റെ ഹലോ മെസ്സേജും അപ്ഡേറ്റ് മെസ്സേജും ഒന്നും അയക്കണത് എന്താവില്ല, അവർക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ അത് പാസീവ് ഇൻ്റർഫേസ് അതിന് വേണ്ടി യൂസ് ചെയ്യണതാണ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്? പാസീവ് ഇൻ്റർഫേസ്. നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസീവ് ഇൻ്റർഫേസ് ഇൻ്റർഫേസിനകത്ത് എനേബിൾ ചെയ്തു. ഇൻ്റർഫേസിനകത്തും പാസീവ് ഇൻ്റർഫേസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും EIGRP മെസ്സേജ് സെൻഡ് ചെയ്യൂല. അല്ലെങ്കിൽ പാസീവ് ഇൻ്റർഫേസ് ഈ എൻഡിൽ മാത്രം കോൺഫിഗർ ചെയ്തു, ഈ എൻഡിൽ കോൺഫിഗർ ചെയ്തിട്ടില്ല ആണെങ്കിൽ പോലും ഇവിടെ നിന്നുള്ള ഇത് ഇങ്ങോട്ട് സ്വീകരിക്കില്ല. ഇവിടെ നിന്നുള്ള EIGRP ഹലോ മെസ്സേജ് ഇങ്ങോട്ട് പാസ് ചെയ്യൂല. സോ EIGRP നൈബർഷിപ്പ് ഫോം ആവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ 61-നകത്തുനിന്ന് പിന്നെ ആ റൗട്ടറിനകത്തോട്ട് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ പാസീവ് ഇൻ്റർഫേസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുത്ത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇനി സ്വിച്ചിനകത്തേക്ക് വരുന്ന സമയത്ത് പാസീവ് ഇൻ്റർഫേസിൻ്റെ കമാൻഡ് തന്നെ എടുത്ത് ഒഴിവാക്കുക. AF ഇൻ്റർഫേസ് പാസീവ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ കമാൻഡ് ഉണ്ടല്ലോ ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ സ്വിച്ചിനകത്ത് റൗട്ടറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. AF ഇൻ്റർഫേസ് ഇവിടെ റൗട്ടർ EIGRP CCI അല്ല ക്ലാസ് ആയിരുന്നു, അതെടുക്കാൻ പറ്റാ. നോ പാസീവ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, AF ഇൻ്റർഫേസ് സാധാരണ ഇതിൻ്റെ മേലൊരു കോൺഫിഗറേഷനും കൂടെ വരും. AF ഇൻ്റർഫേസ് ഡിഫോൾട്ട് പാസീവ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ് വരും. അങ്ങനെ ആ പാസീവ് ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാലാണ് പിന്നെ ഏത് ഇൻ്റർഫേസിലാണ് പാസീവ് ഇൻ്റർഫേസ് വേണ്ടാന്നുള്ളത് പറഞ്ഞു കൊടുക്കൽ. ഇപ്പം ഇവിടെ അങ്ങനെ ആ ഒരു കമാൻഡ് ഇവിടെ കാണുന്നില്ല, ഈ സൊല്യൂഷനകത്ത് കാണുന്നില്ല. പക്ഷേ പ്രശ്നമില്ല, കാരണം എന്താ വെച്ചാൽ ഇവിടെ ഓൾറെഡി പാസീവ് ഇൻ്റർഫേസ് ഒഴിവാക്കുന്നുണ്ട്. G0/1-നകത്തുനിന്ന് ഒഴിവാക്കുന്നുണ്ട്, അതുപോലെ തന്നെ 2-നകത്തുനിന്ന് ഒഴിവാക്കുന്നുണ്ട്, 3-നകത്തുനിന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, 62 റൗട്ടറിൻ്റെ സൈഡൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ചിൻ്റെ സൈഡൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു AF ഇൻ്റർഫേസ് പാസീവിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കണക്ടിവിറ്റി പുറത്തേക്ക് പോകുന്നില്ല. സ്വിച്ചിൽ നിന്ന് ഒരിക്കലും കണക്ടിവിറ്റി പുറത്തേക്ക് പോകുന്നില്ല.
ഇവിടെ ഈ ഇൻ്റർഫേസിനെ നമുക്ക് പാസീവ് ഇൻ്റർഫേസ് ആക്കൽ നിർബന്ധമാണ് G0/0 അപ്പോൾ AF ഇൻ്റർഫേസ് ഡിഫോൾട്ട് എന്ന് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും, മറ്റുള്ള ഇൻ്റർഫേസിനകത്ത് കയറി ഇൻ്റർഫേസ് G0/1 നോ പാസീവ് ഇൻ്റർഫേസ്, G0/2 നോ പാസീവ് ഇൻ്റർഫേസ്, 3 നോ പാസീവ് ഇൻ്റർഫേസ്. അതാണ് ഇവിടെ റൗട്ടറിനകത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇതിനകത്ത് ഈ റൗട്ടറിനകത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് 1, 2, 3. ഈ 1, 2, 3 ഒക്കെ കൊടുക്കുകയാണ് 61 റൗട്ടറിനകത്ത് പുറത്തോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇൻറ്റേർണലി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ നോ പാസീവാണ്. ഏതാണ് പാസീവ് ആയിട്ടുള്ളത്? G0/0 പാസീവാണ്. കാരണം അത് ഇങ്ങോട്ട് EIGRPൻ്റെ അപ്ഡേറ്റ് പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല. നേരെ മറ്റേ സ്വിച്ചിൻ്റെ കേസിൽ വന്നാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പാസീവ് ഇൻ്റർഫേസിൻ്റെ കോൺഫിഗറേഷനേ ആവശ്യമില്ല. കാരണം എന്താണ്, ഇതിനകത്ത് എല്ലാ ഇൻ്റർഫേസും തമ്മിൽ പാസീവ് ഇൻ്റർഫേസ് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ചിനകത്ത് ഈ കോൺഫിഗറേഷൻ എടുക്കുക, നിങ്ങളത് എഡിറ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് നിങ്ങൾ എല്ലാ കോൺഫിഗറേഷനും ഓർത്ത് വെക്കണ്ട. വിത്തിൻ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് കോൺഫിഗറേഷൻ ഈ ഏരിയയിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതാണ് ആ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുഖം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ അതിനകത്ത് MD5 ഓതൻറ്റിക്കേഷൻ മോഡ്, MD5 ഓതൻറ്റിക്കേഷൻ കീ, CCI MD5. കാരണം എന്താ, നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ എന്ത്, നിങ്ങളുടെ ലാനിലോട്ട് ഫേസ് ചെയ്യുന്ന എല്ലാ പിയറിലും MD5 ഓതൻറ്റിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ പറഞ്ഞു തരാം. കീ ചെയിൻ നമ്മളോട് CCI MD5 സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കീ 1 അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും കീ 1 നമ്മൾ കൊടുത്താൽ മതി. കീ സ്ട്രിങ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. CCI Infra 4 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് റൗട്ടർ EIGRP പ്രോസസ് ID CCI എന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അഡ്രസ് ഫാമിലി IPv4 യൂണികാസ്റ്റ് ഓട്ടോണോമസ് സിസ്റ്റം 65006 ആണ് എന്നുള്ളത് നമ്മളുടെ ടോപ്പോളജിക്കകത്തുകൊണ്ട് പോരാത്തത് അവരിവിടെ സ്പെഷ്യലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്, ലാനിലോട്ട് ഫേസ് ചെയ്യുന്ന ഇൻ്റർഫേസിനകത്തൊക്കെ നമ്മളടുത്ത് ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇൻ്റർഫേസ് G0/1 ആയാലും 2 ആയാലും 3 ആയാലും എല്ലാം എന്താണ്, ആ ഒരു ഓട്ടോണോമസ് സിസ്റ്റം അഥവാ ആ ഒരു EIGRP ഡൊമൈനിനകത്ത് ഇൻറ്റേർണലി കണക്ട് ചെയ്തിട്ടുള്ള ഇൻ്റർഫേസ് ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല അല്ലേ? കാരണം നമ്മളത് ഇപ്പോൾ ഇവിടെ വെരിഫൈ ചെയ്ത കാര്യമാണ്. G0/1 ആയാലും 2 ആയാലും 3 ആയാലും എന്താണ്, നമ്മളുടെ ഇൻറ്റേർണൽ കണക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ കണക്ടിവിറ്റിനകത്തൊക്കെ ഓതൻറ്റിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഓതൻറ്റിക്കേഷൻ മോഡ് MD5, ഓതൻറ്റിക്കേഷൻ കീ ചെയിൻ CCI MD5 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ബൈ ഡിഫോൾട്ട് പാസീവ് ഇൻ്റർഫേസ് എനേബിൾ ചെയ്തിട്ടുണ്ടാവും മിക്ക സൊല്യൂഷനകത്തും, മിക്ക ലാബിനകത്തും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നോ പാസീവ് ഇൻ്റർഫേസ് എനേബിൾ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ ഈ നോ പാസീവ് ഇൻ്റർഫേസ് ചെയ്ത് പഠിച്ച് പോയിക്കോളും, അതാണ് നിങ്ങൾക്ക് നല്ലത്. എക്സിറ്റ് ഇൻ്റർഫേസ് കൊടുക്കുക, നെക്സ്റ്റ് ഇൻ്റർഫേസിനകത്ത് കയറുക, നേരെ ഈ കോൺഫിഗറേഷനോട് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് 63 സ്വിച്ചിനകത്ത് കോൺഫിഗറേഷൻ എടുക്കുക, ഇവിടെ കൊടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കാനേ ഉള്ളൂ. നെറ്റ്വർക്ക് നമ്മളോട് ഒറ്റ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുക, മീൻസ് ഡു നോട്ട് യൂസ് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ കമാൻഡ് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ done.0.0.0 നമ്മൾ കൊടുത്തത്. എവിടെയും നമ്മൾ റീഡിസ്ട്രിബ്യൂഷനോ കാര്യങ്ങളോ നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ കീ ചെയിൻ അടിച്ചിട്ട് നോക്കുക, കീ 1 ഇത് പിന്നെ കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കാം. ഷോ കീ ചെയിൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീ ചെയിനും കാര്യങ്ങളും കാണാൻ പറ്റും. MD5 ഓതൻറ്റിക്കേഷൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ സ്വിച്ചിനകത്തും റൗട്ടറിനകത്തും അത് അടിച്ച് അത് വെരിഫൈ ചെയ്യുക, ആ ഒരൊറ്റ കമാൻഡ്. ഓക്കെ, അത് അത്രേ ഉള്ളൂ ആ ഒരു സെഷൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സെഷനാണ്. കാണുമ്പോൾ വലിയ സെഷനായി തോന്നും, പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു സൗകര്യം അതിനകത്ത് ഉണ്ടായതുകൊണ്ട് ഇതിന് മാത്രമൊന്നുമല്ല കേട്ടോ, BGPക്ക് ഉണ്ട് നമുക്ക് അതുപോലെ R62 പാസീവ് ഇൻ്റർഫേസ്, ഓൾമോസ്റ്റ് പിന്നെ R62 നോ പാസീവ് ഇൻ്റർഫേസ് അടിക്കണ്ട. R62നകത്ത് നിങ്ങൾ പാസീവ് ഇൻ്റർഫേസ്, അതായത് നിങ്ങൾ റൗട്ടർ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് AF ഇൻ്റർഫേസ് ഡിഫോൾട്ട്, പാസീവ് AF ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാണ്ട് പാസീവ് ഇൻ്റർഫേസ് ഡിഫോൾട്ട് എന്നുണ്ടാവും. AF ഇൻ്റർഫേസ് ഡിഫോൾട്ട് പാസീവ് ഇൻ്റർഫേസ് എന്നുള്ളൊരു കമാൻഡ് ഉണ്ടാവും, അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതുകൊണ്ടുള്ള ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാനത് നോക്കട്ടെ. റൗട്ടർ പോളിസി HRP. ഓക്കെ, എൻ്റെ ഈ ഒരു കോൺഫിഗറേഷൻ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇതിപ്പോൾ നിങ്ങളുടെ
സെഷനാണ് അല്ലേ? നിങ്ങളുടെ ഇപ്പോൾ R62 ആണെന്നുണ്ടെങ്കിൽ 61 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ വരും, AF ഇൻ്റർഫേസ് ഡിഫോൾട്ട് പാസീവ് ഇൻ്റർഫേസ് എന്ന് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസിനകത്ത് ഈ R61 എല്ലാ റൗട്ടറിനകത്തും എന്ത് ചെയ്യും, പാസീവ് ഇൻ്റർഫേസ് എനേബിൾ ആവും. ഓക്കെ, എല്ലാ അപ്പം ഇന്റർഫേസിലും നമ്മൾ എങ്ങനെ എല്ലാ ഇന്റർഫേസിലും പാസീവ് ഇന്റർഫേസ് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആവും. എനേബിൾ ആവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എല്ലാ ഇൻ്റർഫേസിലും പാസീവ് ഇൻ്റർഫേസ് എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്, എല്ലാ ഇൻ്റർഫേസിനകത്തും ഇപ്പോൾ R61 എല്ലാ ഇൻ്റർഫേസിനകത്ത് പാസീവ് ഇൻ്റർഫേസ് എനേബിൾ ചെയ്താൽ ഇവരൊരു കാരണവശാലും EIGRP അപ്പാവില്ല, നൈബർഷിപ്പ് ഫോം ആവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, നോ പാസീവ് ഇൻ്റർഫേസ് കൊടുക്കാം. ആവശ്യമില്ലാത്തടത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ അതിന് പോയി ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. അത് പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കോൺഫിഗറേഷൻ ഉള്ളത്. എന്താണ് E0/1 അല്ലേ? E0/1 കണക്ട് ചെയ്തിട്ടുള്ളത്, E0/1 കണക്ട് ചെയ്തിട്ടുള്ളത്. E0/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ LR ഇമേജിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് E0 ആണുള്ളത്. നിങ്ങളുടെ ലാബിൽ ഇത് G0 ആണ്. അപ്പോൾ G0/1 നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. ഈ G0/1 എവിടേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, R62 ഇത് നൈബർഷിപ്പ് ഫോം ചെയ്യണ്ടേ? ആരായി ചോദിച്ചേ? കറക്റ്റ് അല്ലേ? ഞാൻ മനസ്സിലാവുന്നുണ്ടല്ലോ. സാർ അപ്പോൾ ക്ലിയർ ആണ് ഫോം ക്ലിയർ ആണ്. ഫോം ചെയ്യണം. അതേപോലെ തന്നെ ഇങ്ങോട്ടും അല്ല, ഈ ക്രോസ് ലിങ്കിലും എനേബിൾ ആവണം. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടും എനേബിൾ ആവണം, സ്വിച്ചിലോട്ടും എനേബിൾ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ 3 ഇൻ്റർഫേസിൽ പാസീവ് ഇൻ്റർഫേസ് വേണ്ട. നമ്മൾ എന്ത് ചെയ്തു, നോ പാസീവ് ഇൻ്റർഫേസ് കൊടുത്തു. നിങ്ങളുടെ സൊല്യൂഷൻ പ്രകാരം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ സൊല്യൂഷനകത്ത് ഈ ഒരു സംഭവം ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ അത് സൊല്യൂഷനകത്ത് ഇല്ലാത്തത് നോക്കണ്ട, അത് അവിടെ ഉണ്ടാവും, ലാബിനകത്ത് അത് ഉണ്ടാവും. അതുകൊണ്ടാണ് സൊല്യൂഷനകത്ത് ബാക്കിയുള്ളതിൽ നോ പാസീവ് ഇൻ്റർഫേസ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അത് കൊടുക്കൂല. ക്ലിയർ ആണോ? ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഷബീബിന് ക്ലിയർ ആണോ? കിരണിന് ക്ലിയർ ആണോ? ക്ലിയർ നമ്മുടെ ആണ്. നെയിം പ്രോസസ് ഐഡിക്ക് പകരം നെയിം കൊടുക്കുന്നുണ്ടല്ലോ. എങ്ങനെ? EIGRP പ്രോസസ് ഐഡിക്ക് പകരം ഇവിടെ ക്വസ്റ്റ്യനിൽ നെയിം ആണല്ലോ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതെ, അതിന്റെ ഗുണം എന്താ അറിയാൻ വേണ്ടി ചോദിക്കാണ്. അത് ആ. ഷെബി, നമ്മളത് ക്ലാസ് എടുത്തിട്ടുണ്ട്. EIGRP നെയിംഡ് മോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിയറി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ അത് നെയിംഡ് മോഡാണ് ഇവിടെ എക്സാമിന് പറഞ്ഞിട്ടുണ്ട്. നെയിംഡ് മോഡാണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക് മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ ഞാൻ നോക്കിക്കൊണ്ടുവന്നാ ക്ലാസ് മിസ്സായിട്ടായിരുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. അത് 64-bit EIGRP യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ, അതുകൊണ്ടാണ് അതുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാറേ ലാബ് ആക്സസ് ഉണ്ടോ അവിടെ? ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യുമോ, ഞാനിത് ഷെയറിങ് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് പിന്നെ സാർ ഒന്ന് ഷെയർ ചെയ്യോ? അല്ല, ഇത് നമുക്ക് ഇത് കഴിഞ്ഞോട്ടെ. കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓക്കെ എന്ത് ഓക്കെ ചെയ്യാം, ഓക്കെ ഒരു ഓക്കെ ഓക്കെ സാർ, ചെയ്ത് ഓക്കെ കാണിക്കാം. അത് കാരണം വെച്ചാൽ നമുക്ക് ഓക്കെ ക്ലാസ് ലേഖാവുണ്ടാൻ വെച്ചിട്ടാ. ഓക്കെ നോ പ്രോബ്ലം, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് EIGRPനകത്തുള്ളത്. ഇനി ഈ ഒരു സെഷനും കൂടെ പറഞ്ഞുതരാം, 1.7. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ഷബീബ, കിരണ, അതുപോലെ പിന്നെ ആരാളുള്ളത്, അനൂപ്, ഓക്കെ, അരവിന്ദ് എന്തോ ചോദിച്ചു? ഓക്കെ, അപ്പോൾ നമുക്ക് 1.7 ആ ഒരു സെഷനിലോട്ട് നീങ്ങുകയാണെങ്കിൽ 1.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ SP ആണ് അല്ലേ? ഗ്ലോബൽ SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ലാബിൻ്റെ നമ്മളുടെ ടോപ്പോളജിക്കകത്ത് സെൻറ്ററിൽ വരുന്ന വലിയ ISP, അഥവാ നമ്മളുടെ ഡാറ്റാ സെൻറ്ററിലോട്ടും നമ്മളുടെ ബ്രാഞ്ചുകളിലോട്ടും നമ്മളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടും ഒക്കെ കണക്ടിവിറ്റി ഉള്ള ആ ഒരു സെൻറ്ററിൽ വരുന്ന ആ ഒരു വലിയ ISP ആണ് ആര്? ഗ്ലോബൽ SP അല്ലേ? ഇതല്ലേ ഗ്ലോബൽ SP അല്ലേ? ഇതിൽ നിന്നല്ലേ എല്ലായിടത്തും ഓൾമോസ്റ്റ് കണക്ടിവിറ്റി ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് റൗട്ടേഴ്സ് ഏതൊക്കെയാണ് റൗട്ടേഴ്സ് വരുന്നത്? റൗട്ടർ 1 മുതൽ 6 വരെയാണ്. ഖലാസ്, അത്രയേ ഉള്ളൂ. റൗട്ടർ 1 മുതൽ 6 വരെയുള്ള ഡിവൈസസ് പിന്നെ ബിലോങ്സ് ടു ഗ്ലോബൽ SP 1 ആണ്. ഗ്ലോബൽ SP 1-നകത്ത് വരുന്ന ഡിവൈസസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, ഓരോ ബ്രാഞ്ചിനകത്തും വരുന്ന ഡിവൈസസ് ഏതാണെന്നുള്ള അത് നിങ്ങൾ പഠിക്കും. ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക് പഠിക്കും, നിങ്ങൾ ചെയ്തു വരുമ്പോൾ പഠിക്കും. അപ്പോൾ അതിനകത്താണ് എന്നുള്ളത് ഞാൻ പറയാം, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവന്മാരെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്.
പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫൈ ദാറ്റ് OSPF is configured on R1, R2, R3, R4, R5 and R6 and that the neighborship are formed on all internal facing link of global SP1. ഈ ഗ്ലോബൽ SP1ന്റെ ഇന്റേണലി അവന്മാർ തമ്മിൽ എന്തായിരിക്കണം? OSPF നൈബർഷിപ്പ് ഫോം ആയിരിക്കണം, ഇന്റേണൽ കണക്ടിവിറ്റി മേക്ക് ഷുവർ ആയിരിക്കണം എന്നുള്ളതാണ് അവരുടെ കൺസേൺ. അതാണ് ഒന്നാമത്തെ ടാസ്ക്. ക്ലിയർ? അഥവാ R1 to R2, ഓക്കെ, ടോപ്പോളജി വെച്ച് പറഞ്ഞുതരാം. ഈ R1 അവിടെ ആ R1 നിന്ന് R2ലോട്ട്, R1ൽ നിന്ന് R3ലോട്ട്, R1ൽ നിന്ന് R5ലോട്ട്, അതുപോലെ തന്നെ R2ൽ നിന്ന് ഇങ്ങോട്ട് R4ലോട്ട്, R6ലോട്ട്. അപ്പോൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ തമ്മിൽ എന്ത് ചെയ്യായിരിക്കണം? OSPF നൈബർഷിപ്പ് ഫോം ആയിരിക്കണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. എൻഷുർ ദാറ്റ് ലേബൽ സ്വിച്ചിങ് ഈസ് കോൺഫിഗർഡ് ഫോർ ദ ഗ്ലോബൽ SP1 കോർ. അഥവാ ലേബൽ സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലേബൽ സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ടെക്നോളജി അല്ലേ? സിസ്കോനകത്ത് നിന്നല്ല, ഒരുപാട് പിന്നെ നെറ്റ്വർക്കിങ്ങിനകത്ത് ഒരുപാട് ഫാസ്റ്റ് സ്വിച്ചിങ്, പ്രോസസ് സ്വിച്ചിങ്, ലേബൽ സ്വിച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി ടൈപ്പ് ഓഫ് മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, ഒത്തിരി ടൈപ്പ് ഓഫ് മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, ഫാസ്റ്റ് സ്വിച്ചിങ് ഉണ്ട്, പിന്നെ പ്രോസസ് സ്വിച്ചിങ് ഉണ്ട്, ലേബൽ സ്വിച്ചിങ് ഉണ്ട്. ഇതിനകത്ത് ലാസ്റ്റ് വന്നാണ് ലേബൽ സ്വിച്ചിങ്. അപ്പോൾ ഫാസ്റ്റ് സ്വിച്ചിങ് എന്താണ്, പ്രോസസ് സ്വിച്ചിങ് എന്താണ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ലേബൽ സ്വിച്ചിങ് എന്താണ് മീൻസ്, അത് ലേബൽ സ്വിച്ചിങ്ങിനെ നമ്മൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണത് MPLS, മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിങ്. ഓക്കെ, മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിങ്, ഇതാണ് അതിൻ്റെ ഒരു ലേബൽ സ്വിച്ചിങ്ങിൻ്റെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേര് മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിങ് എന്നാണ്. ആ മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിങ്, ദാറ്റ് മീൻസ് MPLS, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് എന്താണ്? എൻഷുർ ദാറ്റ്, നിങ്ങൾ ഉറപ്പുവരുത്തണം, ലേബൽ സ്വിച്ചിങ് ഈസ് കോൺഫിഗർഡ് ഫോർ ദ ഗ്ലോബൽ SP. നിങ്ങളുടെ ഗ്ലോബൽ SPക്കകത്ത് ഉള്ള ഡിവൈസസിനകത്തൊക്കെ നിങ്ങൾ MPLS എനേബിൾഡ് ആണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഇതാണെന്ത് ആ ഒരു ക്വസ്റ്റ്യനോട് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ MPLS IP എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിംഗിൾ കമാൻഡ് നിങ്ങൾ എല്ലാ ഡിവൈസിനകത്തും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. പറയുന്ന പിന്നെന്താ, നെക്സ്റ്റ് പോയിന്റ് എന്താ? ഓൾ ദ റൗട്ടേഴ്സ് മസ്റ്റ് യൂസ് ലൂപാക്ക് 0 ആസ് ദ LDP റൗട്ടർ ID. ഓക്കെ, നിങ്ങൾ ഈ MPLS അഥവാ നിങ്ങൾ ഈ ഒരു ലേബൽ സ്വിച്ചിങ് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് മസ്റ്റാണ്, അത് നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്നാൽ നിങ്ങൾ മസ്റ്റായിട്ട് ആ ലേബൽ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട റൗട്ടർ ID ലൂപാക്ക് 0ൻ്റെതായിരിക്കണം. അതാണ് പറഞ്ഞത്, ഓൾ ദ റൗട്ടേഴ്സ് മസ്റ്റ് യൂസ് ലൂപാക്ക് 0 ആസ് ദ LDP റൗട്ടർ ID. ഈ LDP റൗട്ടർ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ OSPF എനേബിൾ ചെയ്യുമ്പോൾ, ഡൈനാമിക് റൂട്ടിംഗ് പ്രോട്ടോകോൾ എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റൗട്ടർ ID കൊടുക്കാറുണ്ട്. EIGRPക്കും റൗട്ടർ ID കൊടുക്കാം, BGPക്കും റൗട്ടർ ID കൊടുക്കാം അല്ലേ? അതേപോലെ തന്നെ ഈ MPLSനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൗട്ടർ ID കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓക്കെ, MPLSനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൗട്ടർ ID കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ MPLSനകത്ത് നമ്മളോട് MPLS എനേബിൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മളോട് അതിനുള്ള റൗട്ടർ ID കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ടാസ്ക്കാണ് അതുള്ളത്. വളരെ സിമ്പിളാണ്. MPLS LDP റൗട്ടർ ID ലൂപാക്ക് 0 ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് നിങ്ങൾ കൊടുക്കണം. ഫോഴ്സ്, അതവിടെ MPLS LDP റൗട്ടർ ID ലൂപാക്ക് 0 ഫോഴ്സ്. ഈ നോർമലി നമ്മൾ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്ന ഒരു സെറ്റപ്പാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് MPLS LDP റൗട്ടർ ID ലൂപാക്ക് 0 കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇത് ഓൾറെഡി ഒരു ബിൽഡപ്പ് നെറ്റ്വർക്കാണ്, ഇതൊരു ഇംപ്ലിമെൻറ്റഡ് നെറ്റ്വർക്കാണ്. ഓക്കെ, ഇത് എന്തല്ല, ഒരു ഇംപ്ലിമെൻറ്റിങ് നെറ്റ്വർക്ക് അല്ല, ഇതൊരു ഇംപ്ലിമെൻറ്റഡ് നെറ്റ്വർക്കാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫോഴ്സ്ഫുള്ളി നമ്മളത് എനേബിൾ ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളത് എനേബിൾ ചെയ്യണം. അതിനാണ് ആ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ MPLS LDP റൗട്ടർ ID 0 ലൂപാക്ക് 0നെ പറഞ്ഞു കൊടുത്തിട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് അച്ചീവ് ചെയ്യും. ദർ മസ്റ്റ് ബി നോ ടൈപ്പ് ടു LSA ഇൻ എനി ഓഫ് ദ റൗട്ടർ LSDB അറ്റ് ദ ഗ്ലോബൽ SP1. ടൈപ്പ് 2 LSA, അപ്പോൾ റൗട്ടർ LSA, നെറ്റ്വർക്ക് സമ്മറി LSA, SBR സമ്മറി LSA, എക്സ്റ്റേണൽ LSA, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് LSAകൾ നിങ്ങൾ OSPF പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ LSAകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല ഏരിയാസ് ആയിട്ടൊക്കെ തിരിക്കുക അല്ലേ? നിങ്ങൾ ഒരുപാട് ഏരിയാസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റബ് ഏരിയ, ടോട്ടലി സ്റ്റബ് ഏരിയ, നോട്ട് സോ സ്റ്റബ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഏരിയാസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾക്ക് LSA പറ്റി നിങ്ങൾ അവെയർ ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ദർ മസ്റ്റ് ബി നോ ടൈപ്പ് 2 LSA. ടൈപ്പ് 2 LSA വരാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നെറ്റ്വർക്ക് സമ്മറി LSA, റൗട്ടർ LSA, നെറ്റ്വർക്ക് LSA, നെറ്റ്വർക്ക് സമ്മറി LSA, അങ്ങനെ ഏതൊരു LSAൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ LSA ഇവിടെ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കമാൻഡ് കൊടുക്കുന്നുണ്ട്. റൗട്ടർ OSPF1 പ്രിഫിക്സ് സപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിഫിക്സിനെ സപ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന എന്താണ്, വേറൊരു കാര്യമുണ്ട്, ഒരു മിനിറ്റ്. ഇൻ ഗ്ലോബൽ SP1 മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് എനി ട്രാൻസിറ്റ് ലിങ്ക്. ഈ LSA ഗ്ലോബൽ SP1 മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് എനി ട്രാൻസിറ്റ് ലിങ്ക്. അപ്പോൾ ട്രാൻസിറ്റ് ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കണം എന്താണ്, മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ ഇൻഫർമേഷൻ അബൌട്ട് എനി ട്രാൻസിറ്റ് ലിങ്ക്. ഈ ട്രാൻസിറ്റ് ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെർച്വൽ ലിങ്ക് കാര്യങ്ങൾ കോൺഫിഗർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ട്രാൻസിറ്റ് ഏരിയൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതൊരു ഡയറക്റ്റ്ലി കണക്ടിവിറ്റി ആണ് എന്നുള്ള നിലക്ക് നമ്മൾ ഇതിനെ ഉറപ്പ് വരുത്തണം. ഓക്കെ, അഥവാ 1 to 2, 2 to 3, 3 to 4 എന്നുള്ള നിലക്ക് അത് ഡയറക്റ്റ്ലി കണക്ടിവിറ്റി ആണെന്നുള്ളത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് IP OSPF നെറ്റ്വർക്ക് പോയിന്റ് ടു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കീവേഡ് കൊടുത്താൽ മതി. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ആ ഒരു സംഭവം അവിടെ സോൾവ് ആവും. ഇത്രേ കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ റൗട്ടറിനകത്ത് കയറുക. ആദ്യം ഒറ്റ റൗട്ടറിനകത്ത് കയറിയിട്ട് ഈ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, R1ഉം R2ഉം ഒരേ കോൺഫിഗറേഷൻ ആയിരിക്കും. R3, R4ഉം R5, R6നകത്തും വ്യത്യസ്ത കോൺഫിഗറേഷൻ ആയിരിക്കും. സുബൈർ സാർ, അതിനകത്ത് ജസ്റ്റ് ഒരൊറ്റ കറക്ഷൻ ഉണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻ എടുക്കുമോ? ആ ഇതിനകത്ത് എന്താ വെച്ചാല് ദർ മസ്റ്റ് ബി നോ ടൈപ്പ് 2 LSA എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ടൈപ്പ് 2 LSA എന്ന് വെച്ചാൽ DR ഡെസിഗ്നേറ്റഡ് റൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന LSA ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ IP OSPF നെറ്റ്വർക്ക് പോയിന്റ് ടു പോയിന്റ് ആക്കുന്നത്. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടുള്ള ടാസ്കിന്റെ സൊല്യൂഷൻ ആണ് എന്ത്, IP OSPF നെറ്റ്വർക്ക് ഓക്കെ 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 അടുത്തതിനുള്ള സൊല്യൂഷൻ ആണ് അതായത് ഈ പ്രിഫിക്സ് സപ്രഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, നമ്മളെ ഈ ട്രാൻസിറ്റ് ലിങ്ക് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ റൂട്ടറും കണക്ട് ചെയ്ത ആ ലിങ്ക് ഉണ്ടല്ലോ, അത് ട്രാൻസിറ്റ് ലിങ്ക്. അതിന്റെ സബ്നെറ്റ് നമ്മുടെ റൂട്ടിംഗ് ടേബിളിൽ ശരിക്കും വരേണ്ട ആവശ്യം. ട്രാൻസിറ്റ് ലിങ്ക് വെർച്വൽ ലിങ്കുമായി ബന്ധപ്പെട്ടല്ലേ സാറേ? അല്ല, വിർച്വൽ ലിങ്ക് അല്ലെങ്കിലും, അതായത് റൂട്ടർ ടു റൂട്ടർ ലിങ്ക് ആണ് ട്രാൻസിറ്റ് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എൻട്രി റൂട്ടിംഗ് ടേബിളിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രിഫിക്സ് സപ്രഷൻ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നത്. ഓക്കെ 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 പ്രിഫിക്സ് സപ്രഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഈ ട്രാൻസിറ്റ് ലിങ്ക് വെർച്വൽ ലിങ്കുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, കറക്റ്റ്, അതേപോലെ തന്നെയാണ് വരിക. അത് അതിന്റെ ഓർഡറിൽ തന്നെയാണ് ശരിക്കും അത് വരുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ അതിനകത്ത് വേറൊരു സംഭവം കണ്ടു. ഈ ഇന്റർഫേസ്, ഒരു മിനിറ്റ്. ഓക്കെ, സോറി. ഈ ജിഗാബിറ്റ് ഇഥർനെറ്റ് 8 എന്താണ് ഇവിടെ R5നകത്ത്? ഓക്കെ, R5 അവിടെ 8 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഓരോ പടത്തിനകത്ത് ഓരോ ടൈപ്പാട്ടോ വരുന്നത്. ഒരു മിനിറ്റ്, എൻ്റെ ടോപ്പോളജി നോക്കട്ടെ. എല്ലാവരും ആവുന്ന സമയത്തുള്ള വ്യത്യാസമല്ലേ, അല്ലെങ്കിൽ തന്നെയല്ലേ വരിക? എല്ലാറിലും വരുന്നത് 3 ആണ്. എല്ലാവരിലും അതെ, മീൻസ് HR ആകുമ്പോൾ ഇത് തന്നെയല്ലേ, എക്സാമിന് വരുന്നത് ഇത് തന്നെയല്ലേ വരിക? അതന്നെ ആയിരിക്കും, 8 തന്നെ ആയിരിക്കും. അപ്പോൾ HR 8 ആണോ വരുന്നത് സാറേ? HR 8 ആണെന്ന് തോന്നുന്നത്. അതെ. ഓക്കെ ഓക്കെ നമ്മൾ അപ്പോൾ അത്രേ ഉള്ളൂ. അത് നോക്കിയാൽ മതി, ഇന്റർഫേസ് ഒന്ന് നോക്കിയാൽ മതി, വിഷയമൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിനകത്തുള്ള ഒരു കോൺഫിഗറേഷൻ. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഷോ IP റൂട്ട് OSPF പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയാൽ മതി. ഷോ MPLS LDP നൈബർ അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഉറപ്പ് വരുത്തണം. അഥവാ നിങ്ങളുടെ LDP MPLS LDP കണക്ടിവിറ്റി നൈബർഷിപ്പ് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ പിയർ LDP ആരൊക്കെയാണ്? ഇപ്പോൾ 255.254.2
254.3 അഥവാ റൗട്ടർ 3 ആയിരിക്കും. അതുപോലെ തന്നെ 5 ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഈ LDP നൈബേഴ്സ് എല്ലാം നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ക്ലിയർ? അപ്പോൾ ഈ ഒരു കമാൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഷോ IP OSPF റൂട്ട് അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് നിങ്ങൾ ഷോ IP റൂട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം പക്ഷേ എന്താണ്, അപ്പോൾ ഒരുപാട് റൂട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഷോ IP റൂട്ട് OSPF തന്നെ അടിക്കുക. ആ പർട്ടിക്കുലർ പ്രോട്ടോക്കോളിൻ്റെ റൂട്ട് മാത്രം അടിച്ചിട്ട് നോക്കിയാൽ മതി. ഷോ MPLS LDP നൈബർ അടിക്കുക. നൈബർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 നൈബേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അഥവാ R1നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര LDP നൈബർ ഉണ്ടാവണം? R1നെ സംബന്ധിച്ചിടത്തോളം 1, 2, 3. ഓക്കെ, 2നെ സംബന്ധിച്ചിടത്തോളം 3 ഉണ്ടാവണം. 3നെ സംബന്ധിച്ചിടത്തോളം ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അപ്പോൾ R1നെ സംബന്ധിച്ചിടത്തോളം 3 ഉണ്ട്. ഓക്കെ, അതേപോലെ R2നെ സംബന്ധിച്ചിടത്തോളം 3 ഉണ്ട്. അത് മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. മറ്റുള്ളത് പിന്നെ കാരണം എന്താ വെച്ചാൽ ഇവന്മാർ തമ്മിൽ നൈബർഷിപ്പ് ഫോം ആയിക്കണേ അവർ ഇങ്ങോട്ടും തിരിച്ച് നൈബർഷിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണ്ട, ബുദ്ധിമുട്ടാവേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിനി ഒരു വലിയ ടാസ്ക്കാണ്. ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ടിപ്പ് ഉണ്ട്. ആ ടിപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു ടിപ്പ് ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. എന്താ പറയുക, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളേ. OSPF ഏരിയ ഡിഫൈൻ റൗട്ടർ 1ലും റൗട്ടർ 2ലും, പക്ഷെ അത് ബാക്കി റൗട്ടേഴ്സിലുള്ള ഏരിയാസ് എങ്ങനെ മനസ്സിലായില്ല? ഏരിയ 0 എന്ന് സ്പെസിഫൈ ചെയ്യണ്ട. 5ല് കാണുന്നുണ്ട്, 4ലില്ല, 6ലും ഇല്ല കമാൻഡ് ഒന്നും, പക്ഷെ 3ലുണ്ട്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ഇല്ല Okay. എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിച്ചിട്ട് കുഴപ്പമില്ല. നിങ്ങൾ ഇന്റർഫേസിനകത്ത് ഷോ റണ്ണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്താൽ മതി, ഷോ റണ്ണ് സെക്ഷന് ഇന്റർഫേസ് നെയിം ആൻഡ് നമ്പർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും OSPF എനേബിൾഡ് ആണോ അല്ലേന്ന്. പക്ഷേ Okay. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ചെയ്തു പോവാം. ഈ ഒരു കമാൻഡ് ഇപ്പോൾ ഈ R5നകത്ത് IP OSPF 1 ഏരിയ 0 ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 0/0-2നകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാരണം ഇത് റേഞ്ച് കമാൻഡ് ആണല്ലോ, ഇതിനകത്ത് കയറി IP OSPF 1 ഏരിയ 0 എന്ന് പറഞ്ഞ് കൊടുക്കാം. പക്ഷേ ഈ സൊല്യൂഷനകത്ത് അതില്ല. അതിനെക്കൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യണില്ല എന്ന് മാത്രം. Okay. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് അവിടെ ഉണ്ടാവാം. ബൈ ഡിഫോൾട്ട് പ്രീ കോൺഫിഗേർഡ് ആയിരിക്കാം. പ്രീ കോൺഫിഗേർഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലേ? ഇത് തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കോൺഫിഗർ ചെയ്താൽ മതി. പക്ഷെ അത് പ്രീ കോൺഫിഗേർഡ് ആവാം. അതുകൊണ്ടാണ് അപ്പോൾ വെർഷൻ 1 ഈ ഒരു വെർഷനാണ് വന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് പ്രീ കോൺഫിഗേർഡ് ആണ് എന്നുള്ളത്. വേണമെങ്കിൽ ആ ഒരു ധൈര്യത്തിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ എന്തായാലും നിങ്ങൾ നോക്കും, കാരണം അത് OSPF എനേബിൾ ആവണില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും അത് ചെയ്തു പോവും. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. OSPF ഞാനിവിടെ എല്ലാം ചെയ്തു പോവുക ചെയ്തിട്ടുള്ളത് കണ്ടോ. MPLS LDP റൗട്ടർ ID ഇന്റർഫേസ് റേഞ്ച് IP OSPF 1 ഏരിയ 0 MPLS IP IP OSPF നെറ്റ്വർക്ക് പോയിന്റ് ടു പോയിന്റ്, ദെൻ ലൂപ്പാക്ക് 0 IP OSPF 1 ഏരിയ 0 റൗട്ടർ 1 OSPF 1 സപ്രഷൻ അങ്ങനെ കൊടുത്തു പോയിട്ടുണ്ട്. Okay. ഞാനങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. നിങ്ങളും അങ്ങനെ ചെയ്ത് പോയിക്കോളി, അതാ നല്ലത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്താ, ഇതൊക്കെ ഒറ്റ കോൺഫിഗറേഷൻ മതി, എടുത്ത് കോപ്പി പേസ്റ്റ് അടിക്കാനേ ഉള്ളൂ. അതായത് ഈ 1.1 മുതൽ 1.14 വരെ 14 വരെ നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കണം. ബാക്കിയുള്ള സെഷനൊക്കെ വളരെ വളരെ പെട്ടെന്ന് പരിപാടി കഴിയും. ഇത് ഇനി മാക്സിമം പോയാൽ 1.5 hour, അതിലപ്പുറത്ത് നിങ്ങൾ എടുക്കരുത്. മനസ്സിലായോ? അതിലപ്പുറത്തേക്ക് നിങ്ങൾ എടുക്കരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഓക്കെ സർ. ഓക്കെ ഓക്കെ, താങ്ക് ഓക്കെ യു. അപ്പോൾ സാറേ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്തൂടെ? ഉണ്ടാവൂലേ? നാളെ എനിക്ക് അങ്ങനെയാണെങ്കിൽ സാറേ നമുക്ക് ഇതിൽക്കേ ആ നമ്മളെ മറ്റേ ഇവരെ സുരേഷ് സാറെ ബാച്ചിനെ നമുക്ക് ഇതിലേക്ക് മെർജ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് സെയിം ടൈമാ അല്ലേ?
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരും പിന്നെ ലാബ് പഠിച്ചു പോയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചെയ്യാലോ. അൻസാർ, യൂസഫ് ഇവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ. അവർക്കിപ്പോൾ BGP പോയി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് ചെയ്യാം. BGPന്റെ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിരിക്കണം, ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കണം. ഉം, ഇതിലൊക്കെ ഉള്ള ഉം. കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരിക്കണം അവരെ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവരിതാക്കാം. പിന്നെ ഞാൻ നാളെ ഇപ്പോൾ ചിലപ്പോൾ CCI സെക്യൂരിറ്റിൻ്റെ ക്ലാസ് ഉണ്ട്. കുഴപ്പമില്ല, ഞാനിരിക്കാം. എത്ര മണിക്കാണ് ഇവരെ ക്ലാസ്? ഇതേ സമയം തന്നെയാണോ? 9 മണി, ഇവിടുത്തെ 8 മണി. അതെ അതെ, 9:30, 9:30 ഇന്ത്യൻ ടൈം, 9:30. ഇവിടുത്തെ 8 മണി മാഷെ. എല്ലാവരും നാട്ടിലുള്ളവരാണോ ഇതില്? അല്ല, നമ്മളിവിടെ തന്നെ. ദുബായിലാ? അതെ അതെ. ഇതിനകത്ത് കൂടുതൽ പേരും ദുബായിലാണ്. ഞാൻ ഷെബീബ്, സൗദി. കിരണ്, എങ്ങനെ? ഷെബീബ്, കിരണ്, പിന്നെ ദീപക്, രാഹുൽ, ഇവരെല്ലാം ദുബായില്. പിന്നെ ഹരിമാഷ്, ധനേഷ് എല്ലാം നാട്ടിലാണ്. നിങ്ങളൊക്കെ എവിടെ? ദുബായിൽ എവിടെയാണ് നിങ്ങളെല്ലാവരും? ഞാൻ JVC-ല് താമസിക്കുന്നത്. JVC-ല്. GBM-ല് വർക്ക് ചെയ്യുന്നത്. GBM-ലാ? ആ ഇവിടെ ദുബായ് GBM-ലാ? അതെ അതെ, ദുബായ് GBM-ല്. അപ്പോൾ രശ്മികാന്തൊക്കെ അവിടെ അല്ലേ? കാന്തന് ഞാനെല്ലാം ഒരുമിച്ച് തന്നെ. ഏ ഒരുമിച്ച് തന്നെ. രശ്മികാന്തിനെ പിന്നെ അവിടെ അറിയോ? അനുരാഗ് ഉണ്ട്. അപ്പോൾ അൻരാഗട്ടൻ ഇല്ല, ഇപ്പൊ GBM വിട്ട്. ഇതാ ഇവിടെ ഉണ്ട്, തൊട്ടപ്പുറത്താ താമസിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന JVC തന്നെ. പുള്ളി നിങ്ങൾ GBM ബാംഗ്ലൂർ വിട്ടോ? ഉണ്ടായിരുന്നോ? ഞാനവരൊക്കെ അദ്ദേഹത്തിന് എന്നെ അറിയില്ല, പക്ഷെ എനിക്ക് അവരെ അറിയും. പക്ഷെ അവര് GBM വിട്ടോ? GBM വിട്ടു. വന്ന് നാട്ടിൽ നിന്ന് വന്നല്ലേ, പ്രഷർ പുള്ളിക്ക് അങ്ങോട്ട് പറ്റിയില്ല. ശരി, അവര് GBM വിട്ടല്ലേ? വിട്ടു വിട്ടു. പുള്ളി ഉണ്ട്, ഇവിടെ ഉണ്ട്. തൊട്ടടുത്തുള്ള ഇമാറാത്ത് മാനേജ് ചെയ്യണ ഞാനാണ്. എംറാത്തോ? എമറാത്ത് നിങ്ങളെ ഓഫീസിന്റെ തൊട്ടടുത്തല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മാഷെ, ഏത് കമ്പനിയില? അത് ചോദിക്കരുത്. അതൊരു അതൊരു കോൺഫിഡൻഷ്യൽ ആണ്, അതുകൊണ്ട് അത് മാത്രം ചോദിക്കരുത്. നിങ്ങളെ ഇൻ കേസ് അറിഞ്ഞാൽ പോലും അത് എന്ത് ചെയ്യരുത്, ഇല്ല അങ്ങനൊന്നുമില്ല. അങ്ങനെ ഇതിനകത്ത് പോലും പേരിട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ളത്. ഓക്കെ. അപ്പൊ GBM എല്ലാരും GBM-ലാണ്. അപ്പൊ പക്ഷെ ഞാൻ അല്ലല്ല, ഷബീബ് ഇന്റർടെക്കിലാണ്. കിരണ് ഷബീബ് ഇന്റർടെക്കിലാണ്. കിരൺ കാഡ് ഗൾഫിൽ. ഓക്കെ, നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു സെഷൻ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളതൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ചേഞ്ചസേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അതങ്ങനെ നോക്കാനുള്ളൊരു പരിപാടിയായിട്ടാ. അങ്ങനെ പെട്ടെന്നൊന്ന് ചെയ്യാനുള്ളൊരു പരിപാടിയായിട്ടാ. അപ്പൊ ഇന്ന് സ്റ്റാർട്ട്. ഓക്കെ ആയിക്കോട്ടെ, ശരി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി നാളെ നമുക്ക് സെയിം ടൈമിൽ തന്നെ ഇരിക്കാം. ഞാൻ വേറെ ഇതൊന്നും വന്നില്ലെങ്കിൽ, ഇൻഷുറൻസ് ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാം. 1.8 മുതൽ 1. അടുത്തത് ഏതാണ്? VRF-ന്റെ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ VRF എന്താണെന്നുള്ളതും പിന്നെ കാര്യങ്ങളെ പറ്റി ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാക്കുക. കാരണം ടോപ്പിക് ലെവലിൽ നമുക്ക് പോകാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതിൽ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ. അങ്ങനെയുള്ള ഓക്കെ എന്നാ. അപ്പൊ ശരി സാർ, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഓക്കെ. എന്നാൽ അപ്പോൾ നാളത്തെ നിങ്ങൾ MPLS ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് വന്നോളൂ കേട്ടോ. MPLS-ഉം VRF-ഉം സംഭവങ്ങളൊക്കെ. ഓക്കെ സാർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി. ഓക്കെ എന്നാൽ ഗുഡ് നൈറ്റ്. ബൈ.
സാറേ റെക്കോർഡിംഗ് ഒന്ന് അയച്ചേക്കണേ, കഴിഞ്ഞ ആഴ്ചത്തെ കൂടെ ഇപ്പൊ തന്നെ അയച്ചുതരാം, ഇപ്പൊ തന്നെ അയച്ചുതരാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് IPs ഒക്കെ ഒന്നും ചേഞ്ച് ഒന്നും ഇല്ലല്ലോ അല്ലേ? അതായത് നമ്മൾ ഈ നമ്മുടെ ടോപ്പോളജിയിൽ കാണിക്കുന്ന സെയിം IP റേഞ്ച് തന്നെ ആയിരിക്കും പറഞ്ഞത്, അത് അവരോട് ഡിഫൈൻ ചെയ്ത് കാണുമോ അല്ല, ഇന്നതാണെന്ന്? ഐ പി റേഞ്ച് സെയിം തന്നെയാ വരിക. ഓക്കെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഈ IP അഡ്രസ് ഒന്നും നമ്മളെ ലിങ്കിനകത്ത് ഇങ്ങനെ IP അഡ്രസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല, അതേപോലെ അവിടെ ഉണ്ടാവില്ല എന്ന് മാത്രം. നമ്മൾ ഇന്റർഫേസ് ബ്രീഫ് നോക്കേണ്ടി വരുമായിരിക്കും അല്ലേ? അതെ അതെ അതെ, ഇന്റർഫേസ് ബ്രീഫ് അടിച്ച് നോക്കേണ്ടി വരും. ഓക്കെ ടോപ്പോളജിയിൽ ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്ത പോലെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ അത്രയും പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നമുക്കൊന്ന് ഫെമിലിയർ ആകുമ്പോഴാണ് ഈ IP സ്കീമും കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് തന്നെ ഫീഡ് ആവണത്. ഓരോ ഡിവൈസുകൾ എവിടെയാണ് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ ഓക്കെ, എന്നാലും നാളെ കാണാം. ശരി. ശരി.